ഹായ് ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കലാഷ്നിക്കോവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കലാഷ്നിക്കോവിൽ നമുക്കറിയാം അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തരുന്ന ഫിസിക്സ് പറഞ്ഞൊരു ചാപ്റ്ററിൽ ആരും തിരിഞ്ഞു നോക്കാത്ത NCERTയുടെ ബാക്കിലുള്ള കുറച്ച് വില്ലന്മാരെ നമ്മൾ പരിചയപ്പെടാനാണ് കലാഷ്നിക്കോവ് എന്നുള്ള സീരീസ് വന്നത്. എല്ലാവർക്കും വളരെ നല്ല ഒപ്പീനിയനാണ് കലാഷ്നിക്കോവിനെ കുറിച്ച്. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു അസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആണെന്നൊക്കെ അറിയുന്നുണ്ട്. സോ നമ്മളിപ്പോൾ പുതിയ ഒരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ വന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് പറഞ്ഞ് ആരൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് കാണണ്ടാ. പ്രിയ സേസ് ഗുഡ് ഈവനിങ് പ്രിയ. പിന്നെ വേറെ ആരൊക്കെയാണ് ഉള്ളത്? എന്ത് പറ്റി? കുട്ടികളാരും ഇല്ലേ? ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, കാരണം ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം, ഫ്രണ്ട്സിനും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൾക്കാർ കയറി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ജോസ്ന സൈസ് ഹായ് ഹലോ. അപ്പോൾ ഇന്നെന്താടാ, എങ്ങനെയുണ്ടെന്ന്? ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് മേ ബി ഈവനിങ് തിരക്കൊക്കെ കഴിഞ്ഞ് മേ ബി സ്കൂൾ വിട്ട് വന്ന് റിപ്പീറ്റ് ചെയ്യുന്നവർ അവരുടെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയി നിൽക്കുകയാണ്. അഫ്ല സേസ് ഹായ്, ഹെലിന സേസ് ഹായ്, ശ്രീലക്ഷ്മി സേസ് ഹായ് ഗുഡ് ഈവനിങ്, നന്ദന സേസ് ഹായ്, യതു, യജീഷ്, അൻസില, എവ്രിബഡി സെയിങ് ഹായ്. സോ ഹാപ്പി ടു ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോളിഡ്സ് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ പറയാം, നമ്മൾ ഈ ഒരു സെഷനിൽ തിയറി ആസ്പെക്ട്സിനേക്കാൾ കൂടുതൽ തിയറി എന്തായാലും പറയണം. തിയറി പറയേണ്ടത് നമുക്കൊരു ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് എവിടെ തപ്പിയാൽ കിട്ടാം എന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി ആൻസർ ഇസ് NCERT ബാക്ക്. കാരണം ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, അതായത് എന്താ പറയുക, നല്ല പടക്കം ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് NCERTയുടെ പുറകിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വില്ലന്മാരെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ അൻസില സേസ് ഹായ്, ഡോക്ടർ സോനു തോമസ് സേസ് ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വരട്ടെ. ഡ്യൂറിങ് ദാറ്റ് ടൈം വിൽ ജസ്റ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന്, ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെയിൻ പേപ്പർ എടുക്കുക, അതിനകത്ത് ഞാൻ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ഒരു റഫ് ഷീറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. മേ ബി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക, സാർ എനിക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ട്. അല്ല തെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുന്നത് നോക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, സോളിഡ്സ് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേടാ, അല്ലെങ്കിൽ ജസ്റ്റ് സേ ഐ ആം റെഡി. സോ ഇറ്റ് മീൻസ് എനിക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്ന്. ഓക്കെ ഫൈൻ, വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഇനി ഇൻട്രൊഡക്ഷനൊക്കെ മതി. വിൽ ബി ജസ്റ്റ് സ്റ്റാർട്ടിങ് ദി ക്ലാസ് ഫോർ നൗ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കും. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 4.7 meter ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ 3 × 10⁻⁻⁵ meter square is stretched by the same amount as a copper wire of length 3.5 meter and a cross sectional area of 4 × 10⁻⁵ meter square under a given load. The ratio of Young's modulus of steel to that of copper is. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്താ തന്നിട്ടുള്ളത്? തന്നിട്ടുള്ളത് നമുക്കൊരു സ്റ്റീൽ വയർ ഉണ്ട്. നമുക്ക് എല്ലാം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ സെഷൻ ചെയ്യുന്നത്. നോക്കിക്കോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഫസ്റ്റ് തിങ് സിനറിയോ നോക്കാം. ഒരു സ്റ്റീൽ വയർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റീൽ വയർ എന്ന് എഴുതുകയാണ്. സ്റ്റീൽ വയറിൻ്റെ ഡയമെൻഷൻസ് 2 വയർ ഉള്ളതുകൊണ്ട് ആദ്യത്തെ വയർ ഞാൻ L1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ എത്രയാണ്? 4.7 meters. അങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്ന ഡാറ്റ ഫിസിക്സിലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലാണ്. എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്? അപ്പോൾ ലെങ്ത് ആണെങ്കിൽ മീറ്റർ, അപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ മീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ മറ്റേതാണെങ്കിൽ കിലോഗ്രാമിലാണോ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എന്താണ് കിലോഗ്രാം അല്ല ഗ്രാമിലാണെങ്കിൽ അത് കിലോഗ്രാമിലേക്ക് മാറ്റാം. അപ്പോൾ ലെങ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദാറ്റ് ഈസ് A1 ഇസ് ഈക്വൽ ടു എത്രടാ? 3 × 10⁻⁻⁵ meter square. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 3 × 10⁻⁻⁵ meter square. ഇനി അടുത്ത ഡാറ്റ ആരുടെയാണ്? അടുത്ത ഡാറ്റ നമുക്ക് തന്നിട്ടുള്ള ആരുടെയാണ്? അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് കോപ്പർ വയറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കോപ്പർ വയറിനെ കുറിച്ച് എഴുതണം. കോപ്പർ വയർ. ഇനി കോപ്പർ വയറിൻ്റെ എന്താ തന്നിട്ടുള്ളത്? കോപ്പർ വയറിൻ്റെ ലെങ്ത് L2 എന്ന് പറയുന്നത് 3.5 meter ആണ്. ഓക്കെ ആണല്ലോ, അത് തന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട് A2 ഇസ് ഈക്വൽ ടു 4 × 10⁻⁻⁵ meter square. സോ നമുക്ക് തന്ന ഡാറ്റ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 1
ക്ലിയർ ആണോ? നമ്മൾ തന്ന ഡാറ്റ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത പരിപാടി എന്താണ്? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അറിയേണ്ടത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷനോ റിലേഷനോ തന്നിട്ടുണ്ടായിരിക്കും. ആ റിലേഷൻ ആദ്യം മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത്? സ്റ്റീൽ വയർ സ്ട്രെച്ച്ഡ് ബൈ ദ സെയിം എമൗണ്ട് ആസ് കോപ്പർ വയർ. അതായത് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇവിടുത്തെ പറഞ്ഞിട്ടുള്ള കാര്യം രണ്ടെണ്ണവും സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ വലിച്ച് നീട്ടുമ്പോൾ അവർ എത്ര നീണ്ടു എന്നുള്ളത് സെയിം ആണെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ ഇതിൽ, അതായത് ഇതിപ്പോൾ സ്റ്റീൽ വയർ ആണെങ്കിൽ അത് എത്ര നീളം കൂടി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഡെൽറ്റ എൽ എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് ആദ്യത്തെയാണ് ഡെൽറ്റ L1, അടുത്തതാണെങ്കിൽ ഡെൽറ്റ L2. ഇവർ പറഞ്ഞ എന്താ? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ എൽ എന്ന് കോമൺ ആയിട്ട് വിളിക്കാം. അതിന് ഡെൽറ്റ L1 is equal to ഡെൽറ്റ L2. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ കാര്യം. അപ്പോൾ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഞാൻ എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ എടുത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതായത് ഈ സ്റ്റെപ്പ് മെത്തഡോളജി എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഇതേപോലെ പറയും. ഓക്കെ ആണല്ലോ? ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റിനായിട്ട് നമുക്കൊന്ന് ടൈം എടുത്ത് പിന്നെ നമുക്ക് പേസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ L is equal to ഡെൽറ്റ L1 equal to ഡെൽറ്റ L2. അടുത്ത നമുക്ക് കാണേണ്ട കാര്യം എന്താണ്? അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ഗിവൺ ലോഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ മാസ് വെച്ച് അല്ലെങ്കിൽ എന്തോ സാധനം വെച്ച് ഒരുമിച്ച് വലിച്ചിരിക്കുകയാണ്, ഒരേപോലെ വലിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സും സെയിം ആണ്. ശരിയാണല്ലോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യങ്സ് മോഡുലസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അറിയണം എന്താണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താ? F/A ബൈ ഡെൽറ്റ L/L. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്താ? FL/A ഡെൽറ്റ L. കിട്ടിയോടാ? യങ്സ് മോഡുലസ് Y is equal to FL/A ഡെൽറ്റ L. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം Y1 is equal to F1 L1 ബൈ A1 ഇൻറ്റു ഡെൽറ്റ L1. അപ്പോൾ നമുക്കറിയാം ഇവിടെ എഫ് സെയിം ആണ് അല്ലേ? രണ്ടിനും സെയിം എഫ് ആണ്. അപ്പോൾ എഫ് ഇൻറ്റു വാട്ട് ഈസ് L1? L1 എത്രയാണ് ഇവിടെ L1 എത്രയാണ്? 4.7 മീറ്റർ. സോ ഇറ്റ് ഈസ് 4.7 ഡിവൈഡഡ് ബൈ ഇവിടെ എ എത്ര? ഇവിടെ ഏരിയ എത്രടാ? ഏരിയ ഈസ് 3 ഇൻറ്റു 10⁻⁻5. ഏരിയ ഈസ് 3 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഡെൽറ്റ L ഇവിടെ സെയിം ആണ്. ഓക്കെ ആണല്ലോ? തൽക്കാലം ഇവർ അങ്ങനെ നിൽക്കട്ടെ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. എന്ത് പറയുന്നു? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ദിസ് ഇസ് Y1 അല്ലേ? ഇനി നമുക്ക് Y2 കാണാം. Y2 FL/A ഡെൽറ്റ L തന്നെയാണ്. ഇത് എഫ് രണ്ടോടത്തും സെയിം ആണ്. L2 ആണ്, A2 ആണ്, ഡെൽറ്റ Lഉം സെയിം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇവിടെ L2 എത്രയാടാ? പറഞ്ഞ വാട്ട് ഇസ് L2? L2 ഈസ് 3.5. ക്ലിയർ ആണോ? L2 ഈസ് 3.5 ഡിവൈഡഡ് ബൈ ആൻഡ് വാട്ട് ഇസ് A2? A2 എന്ന് പറയുന്നത് A2 ഇതാ 4 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഡെൽറ്റ L എത്ര? ഡെൽറ്റ L അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു കോപ്പർ. ഇവിടെ സ്റ്റീൽ Y1 ആണ് അല്ലേ? അപ്പോൾ Y1 ബൈ Y2 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് എത്ര എഴുതുക? സോ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, എഫ് ഇൻറ്റു 4.7 ബൈ 3 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഡെൽറ്റ L ഹോൾ ഡിവൈഡ്സ് എഫ് ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഡെൽറ്റ L. കിട്ടിയോടാ? ഞാൻ ഇത് ഇത്ര എഴുതുന്ന എന്താ അറിയോ? ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കറക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡെൽറ്റ L വെട്ടിപ്പോയി, എഫും വെട്ടിപ്പോയി. സോ എന്ത് കിട്ടി നിനക്ക്? അപ്പോൾ ഇതെന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് വരും. അറിയാലോ? നമുക്കിത് റെസിപ്രോക്കൽ ആകുമ്പോൾ നേരെ മുകളിലേക്ക് വരും. സോ ദിസ് വിൽ ബി 47 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഓക്കെ. സോ 3.5. സോ 3.5 ഇൻറ്റു 3.5 അല്ല, ഇവിടെ ഇതല്ല ആദ്യം എഴുതേണ്ടത്. ഇതും കൂടെ ഒരുമിച്ചാണ് വരിക അല്ലേ? സോ 3 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 3.5. ഓക്കെ ആണല്ലോ? നിങ്ങളിത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 1.79:1. ഇത് സോൾവ് ചെയ്യാത്ത റീസൺ എന്താ വെച്ചാൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ആൻസറാണ് 1.79:1. ഓക്കെ ആണല്ലോ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. കിട്ടിയോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എത്ര പേര് ആരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? Dia John have said the right answer for the first time. So Dia, you are getting the first point. Okay ആണല്ലോ? ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, സാർ ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ സാർ സ്പീഡ് കൂട്ടണമോ സ്പീഡ് കുറയ്ക്കണോ? അതോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണോ ഡീറ്റെയിൽ കുറയ്ക്കണോ?
ഓക്കെയാണ്. എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം, കാരണം നമുക്ക് ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു തിരക്കില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ പറഞ്ഞു തരേണ്ടത് അതുപോലെ പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. കാരണം ദിസ് ഇസ് ആൻ NCERT ബാക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പ്രശ്നം കാണുന്നവരാണെങ്കിൽ CBSE കുട്ടികളെ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, കാരണം ഞാൻ CBSE സമയത്ത് എനിക്ക് ഇതുപോലത്തെ ഒരു ഐ തിങ്ക് ദർ വാസ് എ ക്വസ്റ്റ്യൻ റിഗാർഡിങ് ഒരു മരിയാന ട്രെഞ്ച് ഒക്കെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ഐ തിങ്ക് വി ആർ സോൾവിങ് ദാറ്റ് ക്വസ്റ്റ്യൻ ഹിയർ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, റോക്കി ബായ് സേ സ്പീഡ് കൂട്ടാം. ഓക്കെയാണോ? എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണോ? നിങ്ങൾക്ക് അറിയാം അല്ലേ? എൻ്റെ പേസ് അറിയുന്നതാണ്, ഞാൻ എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം, കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇച്ചിരി സ്പീഡ് കൂട്ടിക്കോ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവാം. സെയിം സ്പീഡ്, നീറ്റ് ബേസ്ഡ് അല്ലേ? നീറ്റ് ബേസ്ഡ് അത് രണ്ട് പേർക്കും ഉണ്ട്, +1 ഉള്ളവരും ഉണ്ട്, ഇതും ഉണ്ട്. യെസ്, കുറച്ച് സ്പീഡ് കൂട്ടാം. അയ്യോടാ, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് എന്തായാലും ഒരു നോർമൽ, എനിക്ക് പറ്റുന്ന ഒരു ഓക്കെ പേസിൽ നമുക്ക് പോകാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്പീഡ് മെല്ലെ ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഫൈൻ. ദ ഫിഗർ ഷോസ് സ്ട്രെയിൻ സ്ട്രെസ് ഗ്രാഫ് അല്ലേ? സ്ട്രെയിൻ വേഴ്സസ് സ്ട്രെസ് ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഫൈൻ. വാട്ട് ഈസ് എ യങ്സ് മോഡുലസ് ഫോർ ദിസ് മെറ്റീരിയൽ? ഓക്കെ, എന്താണ് യങ്സ് മോഡുലസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ട്രെസ് തന്നിട്ടുണ്ട് y ആക്സിസിൽ, സ്ട്രെയിൻ തന്നിട്ടുണ്ട് നമുക്ക് x ആക്സിസിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ആദ്യം യങ്സ് മോഡുലസ് എന്താണ്? വാട്ട് ഈസ് യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊന്നൊരു സ്ട്രെസ്സും ഒരു സ്ട്രെയിനും പിക്ക് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റില്ല. 0.02 കണ്ടോടാ. 0.02 എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം 0.02 എടുക്കുകയാണെങ്കിൽ ഇതിന് നീ മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇവർ കറക്റ്റ് മുട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു സുഖമില്ലാത്ത മുട്ടല അല്ലേ? പക്ഷേ ഇവർ കറക്റ്റ് ഈ പോയിന്റ് മുട്ടുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടോ, ഈ ഒരു പോയിന്റ്. അപ്പോൾ ഞാനത് മാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ കറക്റ്റ് ഈ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് 0.02 ആകുമ്പോൾ സ്ട്രെസ് 150 ആണ്. ഓക്കെ ആണല്ലോ? സ്ട്രെസ് 150 ആകുമ്പോൾ സ്ട്രെയിൻ 0.02 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ സ്ട്രെസ് എന്ന് പറയുന്നത് 150 × 10⁶. ഇത് മറക്കരുത്, എല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ്. യൂണിറ്റ് ചിലപ്പോൾ അവർ ഇതായിട്ടാണ് കൊടുക്കുക. അപ്പോൾ 150 × 10⁶. ഓക്കെ ആണല്ലോ? ഫൈൻ. ഡോക്ടർ സോനു സേസ് കോമ്പി എടുക്കുന്ന സെയിം പോലെ തന്നെ വിൽ ബി ഡൂയിങ് ദാറ്റ് ഓൾസോ കേട്ടോ. സോ 150 × 10⁶ ഡിവൈഡ്സ് ബൈ വാട്ട് ഇസ് സ്ട്രെയിൻ? സ്ട്രെയിൻ എത്ര ഇവിടെ? 0.002. ഓക്കെ ആണോ? സോ ദാറ്റ് ഇസ് 0.002. ഓക്കെ, സോ ഇതെത്ര വരിക? ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുക. ഇത് എന്തായാലും കണ്ടാൽ മനസ്സിലാവും. 2/5. അപ്പോൾ ഒരു 7.5 റേഞ്ചിലാണ് വരുന്നത്. ഗോഡ്, എല്ലാം 7.5 റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി തന്നെ പറ്റുള്ളൂ. സോ 150 × 10⁵ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് 15 × 10�7 ഡിവൈഡഡ് ബൈ 2 × 10⁻123 - 3. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് 7.5 × 7.5 × 10⁻7 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7.5 × 10⁻10. ആൻസർ എത്രയാടാ? ബി ആണ്. സോ ആൻസർ ഇസ് 2. ആൻസർ ഇസ് 2. Who said the right answer? Yari said 2 and Yari, you got the first one as right. Okay, അപ്പോൾ യാരി പറഞ്ഞത് ശരിയാണ്. ഈസി ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അത് ആദ്യം എനിക്ക് അറിയണം മനസ്സിലാവുന്നുണ്ടോ. ഇതിൽ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഞാൻ കാണുന്നുണ്ട്. സോനുവിനെ ഞാൻ എപ്പോഴും ലൈവിൽ കാണാറുണ്ട്, റോക്കി ബായ് ഉണ്ട്, നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, റെഗുലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇന്ന് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പുതിയ പിള്ളേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോടാ. ഞാൻ ആക്ച്വലി മറ്റേ കോമ്പി സെഷൻസിലും പിന്നെ വേറെ 1-2 സെഷൻസിൽ വന്നിട്ടുണ്ട്. കലാഷ് നിക്കോവിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. എനിക്കറിയില്ല നിങ്ങളുടെ ഒരു സ്റ്റഡി വേ എങ്ങനെയാണെന്ന്. എനിവേ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫിഗർ ഷോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ? ദ വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിനക്ക് എത്ര സ്ട്രെങ്ത് വരെ അത് പിടിക്കാൻ പറ്റും, എപ്പോൾ കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും, അതാണ് ചോദ്യം. അതായത് എത്ര ഫോഴ്സ് വരെ ആ ഒരു മെറ്റീരിയൽ താങ്ങാൻ പറ്റുമോ അതാണ് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് ഈസ് ദിസ് പോയിന്റ്. ദിസ് ഈസ് ദി ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാടാ? നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷേ ദിസ് ഈസ് കമ്മിങ് അറൗണ്ട് 300. ഓക്കെ ആണല്ലോ? സോ അറൗണ്ട് 300. അപ്പോൾ 300 ആണ് ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. പക്ഷേ 300 × 10⁸8. അപ്പോൾ എന്താവും? 300 × 10⁶. 300 × 10⁶ എന്ന് പറയുമ്പോൾ 3 × 10⁸8. ശരിയാണോടാ? സോ ദിസ് ഇസ് 3 × 10⁸8. ക്ലിയർ ആണല്ലോ? ഗ്രേറ്റ്. സോ ആൻസർ ഇസ് 1. ആരാടാ 1 പറഞ്ഞ ആദ്യം? ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ആർദ്ര AV ആണ് 1 പറഞ്ഞത്. സോ യു സെഡ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, സോനു സേസ് മനസ്സിലാവുന്നുണ്ട്. ഫാത്തിമ ഫിസിക്സ് കുറേ പെൻഡിങ് ക്ലാസ് ഉണ്ട്, ഇതായാലും കോമ്പി ക്ലാസ്സസ് കണ്ട് പഠിച്ചാൽ മതിയോ നീറ്റിന്? ഐ വുഡ് സേ
കോംബി ഈസ് ഫൈൻ, ബട്ട് അതിൻ്റെ കൂടെ ക്യാപ്സ്യൂളോടൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ക്യാപ്സ്യൂൾ നിങ്ങൾ ക്യാപ്സ്യൂൾ സ്റ്റുഡൻസ് എല്ലാവരും ക്യാപ്സ്യൂൾ ഫോളോ ചെയ്യുക. ക്യാപ്സ്യൂൾ അറിയാത്ത കുട്ടികൾക്ക്, ഡോപ്പയിൽ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് നമ്മുടെ ഒരു ക്രാഷ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് വിത്തിൻ ഒരു 30 days ഒക്കെ നീറ്റ് സക്സസ്ഫുൾ ആയിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് അവർ ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് സൂം ചെയ്യാമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് സൂം ചെയ്യാലോടാ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രേ പോവുള്ളൂ, ഇത്ര കൂടുതൽ പോകാൻ കഴിയില്ല. ഓക്കെ ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എന്താണ് ചോദ്യം? ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ ഷോൺ ഇൻ ദി ഫിഗർ. യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ എ ഈസ്. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ശരിയാണോടാ? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ കൂടുതൽ, അതായത് നിങ്ങൾ സ്ട്രെസ്സ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ കാര്യം, ആരാണ് സ്ട്രെസ് ഗ്രാഫിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നോക്കുക, അവന് സ്ട്രെസ്സ് കൂടുതലാണ്. നിങ്ങളിതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷന് പോകേണ്ട, നിങ്ങളിതിൻ്റെ ഇക്വേഷനെ കുറിച്ച് ബോധപ്പെടാവേണ്ട. സിമ്പിൾ വഴി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്, ഏത് ഗ്രാഫാണോ നമ്മുടെ സ്ട്രെസ്സിനടുത്ത് നിൽക്കുന്നത് അവന് സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആരാ കൂടുതൽ സ്ട്രെസ്ഡ്? ഇവിടെ കൂടുതൽ സ്ട്രെസ്ഡ് ആണ്. ഇവിടെ ആരാ കൂടുതൽ സ്ട്രെസ്ഡ്? മെറ്റീരിയൽ എ ആണ് കൂടുതൽ സ്ട്രെസ്ഡ്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ എഴുതണം വാട്ട് ഇസ് ഹാപ്പൻ. അപ്പോൾ സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റി? സ്ട്രെസ്സ് കൂടി. അപ്പോൾ സ്ട്രെസ്സ് കൂടി, ന്യൂമറേറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹോൾ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് കൂടും. കാരണം y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്. മനസ്സിലായോടാ? y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് കൂടും. അപ്പോൾ അവിടെ യങ്സ് മോഡുലസ് കൂടുതൽ ആർക്കാ? എനാടെ യങ്സ് മോഡുലസ് കൂടുതൽ. ശരിയാണല്ലോ. സോ എ ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റീരിയൽ ബി. ഓക്കെ, സോ സി ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. എ ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റീരിയൽ ബി. കിട്ടിയല്ലോ? ഗ്രേറ്റ്. സോ ആൻസർ ഇസ് സി. ആരാടാ സി എന്ന് പറഞ്ഞത്? എന്തിനാ 10⁻6 മൾട്ടിപ്ലൈ ചെയ്ത? ഗുഡ് ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടോടാ, ഇവിടെ നമുക്ക് സ്ട്രെസ്സ് തന്നിട്ടുള്ളത് ഇവരെങ്ങനെ തരാറ്? ഇവരിപ്പോൾ നമുക്ക് 50 സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു യൂണിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഓരോന്ന് 50 × 10⁻6 എന്ന് പറഞ്ഞാൽ 50 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 ഇത്രയും സാധനം നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് കാണാൻ ബോറാവും. അപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം 50 എടുത്തിട്ട് ബാക്കി നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നത് നമ്മൾ എഴുതിയത് മൊത്തം ഇതിലാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? ആൻസർ എടുക്കുമ്പോൾ അതേ ഇൻറ്റു എത്രയാണോ ആ ഗ്രാഫിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ, അതായത് 10⁻6 10⁻5 എത്രയാണോ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടിയല്ലോ? ഗ്രേറ്റ്. ഓക്കെ, സോ ആൻസർ ഇസ് 3. ആരൊക്കെയാണ് ആൻസർ 3 പറഞ്ഞത്? ജോസ്ന സെഡ് ആൻസർ 3, ആർദ്ര സെഡ് ആൻസർ സി. ജോസ്നയാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? സോ ദാറ്റ് ഇസ് റൈറ്റ്. സോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇസ് ഗ്രേറ്റർ ദാൻ മെറ്റീരിയൽ ബി. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്സ് ഓഫ് മെറ്റീരിയൽ എ ആൻഡ് ബി ആർ ഷോൺ ഇൻ ദി ഫിഗർ. സമ്മതിച്ചു. ദ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എ ഈസ്, നിങ്ങൾ മനസ്സിലാക്കാം, ഇതാണ് ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ ആണല്ലോ? ഈ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ദിസ് ഇസ് കോൾഡ് ആസ് ദി ഫ്രാക്ചർ പോയിന്റ്. എന്താണ് അതിനെ പറയുന്നത്? ഫ്രാക്ചർ പോയിന്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് അറിയാം. നമ്മളൊരു സാധനം വലിക്കുമ്പോൾ അതിനനുസരിച്ച് സ്ട്രെസ്സ് കൂടി വരും. സ്ട്രെസ്സ് കൂടി ഒരു സമയം കഴിയുമ്പോൾ പൊട്ടുന്ന പോയിന്റാണ് ഫ്രാക്ചർ പോയിന്റ്. അത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. പിന്നെ അതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ട്, അതായത് ഏതിനാണ് കൂടുതൽ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ വാൽ ആർക്കാണ് കൂടുതൽ എന്ന് നോക്കിയാൽ മതി. ആർക്കാണോ വാല് കൂടുതൽ അയാൾക്കായിരിക്കും കൂടുതൽ സ്ട്രെങ്ത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആർക്കാണ് കൂടുതൽ സ്ട്രെങ്ത്? ഡെഫിനറ്റ്ലി ഹൂ ഇസ് ഹാവിംഗ് ദി മോർ സ്ട്രെങ്ത്? എ ഈസ് ഹാവിംഗ് the more strength. അപ്പോൾ A is greater than B, so it is greater than material B. Okay, and also material A is stronger than material B. Answer is 1. ഡോക്ടർ സോനു തോമസ് 1 പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടല്ലോ അവിടെ. എന്ത് പറ്റി? ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? അതോ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളൊരു പ്രോപ്പർ റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, സോ ആൻസർ ഇസ് 1. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗ്രേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എനിക്ക് ഇത്രയാണ് മാക്സിമം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കൺസിഡറാണ്. നിങ്ങളിങ്ങനെ കണ്ടോ? ഓപ്ഷൻ കണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടോ? ഓക്കെ, സോ എന്താണ് പറഞ്ഞിട്ടുള്ളത്?
2 wires of diameter 0.25 centimeter. രണ്ട് വയറുണ്ട്. ഓക്കെ, ഒരു സ്റ്റീലിൻ്റെ വയറുണ്ട്, ഒരു ബ്രാസിൻ്റെ വയറുണ്ട്. അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ? ഇതിന് രണ്ടെണ്ണത്തിന് ഡയാമീറ്റർ 0.25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. ഡയാമീറ്റർ ഇസ് ഈക്വൽ ടു 0.25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, 0.25 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ റേഡിയസ്? ദി റേഡിയസ് ഇസ് ഈക്വൽ ടു 0.25/2 ഇസ് ഈക്വൽ ടു 0.125 സെൻറ്റിമീറ്റർ. കിട്ടിയോടാ? സോ വാട്ട് ഇസ് ദ റേഡിയസ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 0.125 സെൻറ്റിമീറ്റർ. ഡോക്ടർ സോനു തോമസ്, ഇത് സ്ലോപ്പ് വെച്ച് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നമുക്ക് സ്ലോപ്പ് വെച്ച് ചെയ്യാലോ. സ്ലോപ്പ് വെച്ചാണ് ചെയ്യേണ്ടത്. ഞാനൊരു ചെറിയ കുറുക്കുവിദ്യ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ? അടുത്ത കാര്യം എന്താ? ദി അൺലോഡഡ് ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ ഇസ് 1.5 മീറ്റർ അല്ലേ? അപ്പോൾ അൺലോഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഒന്നും ആഡ് ചെയ്യാണ്ട് വെറുതെ അതിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിലാണ് അൺലോഡഡ് ലെങ്ത്. സോ L1 ഇസ് 1.5 മീറ്റർ. അതുപോലെ തന്നെ ബ്രാസ് വയർ ഇസ് 1 മീറ്റർ. L2 ഇസ് ഈക്വൽ ടു 1 മീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ ഇലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ വയർ? അതായത് നമുക്കറിയാം, ഇത് നമ്മൾ കെട്ടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? 2 വെയിറ്റ് വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഏത് വയറാണുള്ളത് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ചൊന്ന് നീളും. എത്ര നീണ്ടിട്ടുണ്ട് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് വന്നിട്ടുണ്ട് Y1, അതായത് സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ മറ്റേൻ്റെയും ഏതാണ്? ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എത്രയാണ്? 2 × 10⁻11 പാസ്കൽ. കിട്ടിയോടാ? സ്റ്റീലിൻ്റെ എന്ന് പറഞ്ഞാൽ 10⁻11 പാസ്കൽ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? സ്റ്റീലിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ സ്റ്റീൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് യങ്സ് മോഡുലസ് പഠിക്കണമെങ്കിൽ FL/A ΔL ആണെന്ന് നമുക്കറിയാലോ. അപ്പം നമുക്ക് സിമ്പിളാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് ഇലോങ്ങേഷൻ? കാണേണ്ടത് ΔL ആണ്. ഓക്കെ ആണല്ലോ? ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ലെങ്ത് തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് കണ്ടിട്ടുണ്ട്. ഏരിയ നമുക്ക് എന്ത് ചെയ്യാം? πr² അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയയും കിട്ടും. ശരിയാണല്ലോ? സോ അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗ്രേറ്റ്. സോ വാട്ട് ഇസ് ഫോഴ്സ്? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാടാ പറഞ്ഞേ? ഈ സ്റ്റീലിനെ സംബന്ധിച്ച് 4 കിലോയും ആക്ട് ചെയ്യുന്നുണ്ട്, 6 കിലോയും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിക്കും, സർ ഈ ബ്രാസിൻ്റെ വെയിറ്റ് എടുക്കണ്ടേ? അവർ ബ്രാസിൻ്റെ വെയിറ്റ് തന്നിട്ടില്ല. അത് നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ആ ഒരു വയറിന് വലിയ വെയിറ്റ് ഇല്ലാന്ന് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ച് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? അതിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റീലിനെ സംബന്ധിച്ച് ആ 4 കിലോയും 6 കിലോയും ആണുള്ളത്. സോ ഫോഴ്സ് എത്രയാടാ? 4 + 6 അതാണ് മൊത്തം. പിന്നെ G ഇവിടെ 10 എടുക്കാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ട് 9.8 തന്നെ എടുത്തോളാം. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് 10 × 9.8. സോ ദിസ് ഇസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ. കിട്ടിയോടാ? സോ ദിസ് ഇസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യങ്സ് മോഡുലസ് ആണ്. ദാറ്റ് ഈസ് FL/A ΔL. കിട്ടിയോടാ? ദാറ്റ് ഈസ് FL/A ΔL. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കണ്ടത് ΔL ആണ്. ΔL എന്ന് പറയുന്നത് FL/AY. കിട്ടിയോ? FL/AY. സോ ദിസ് ഇസ് FL/ ഏരിയ എന്ന് പറയുന്നത് πr² ആണ് × Y. ഇത് കൊടുത്താൽ ഉത്തരമായി. ഫോഴ്സ് എത്രയാ പറഞ്ഞ? ഫോഴ്സ് 98 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ലെങ്ത് എത്രയാ? ലെങ്ത് 1.5 ആണ് അല്ലേ? സോ 1.5 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 22/7 എടുക്കാം. നോ ഇഷ്യൂസ്. 22/7 × r² കാണണം. r² എത്രയാ? എത്രയാണ് കണ്ടുപിടിച്ചേ? ഇവിടെ 0.125 ആണ്. അത് സെൻറ്റിമീറ്ററിലാണ്. അത് മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 0.125 × 10⁻². ഇതിൻ്റെ ഹോൾ സ്ക്വയർ πr² ആണ് അല്ലേ? × Y എത്രയാ? Y 2 × 10⁻11 പാസ്കൽ. 2 × 10⁻11. ഓക്കെ ആണല്ലോ? സോ ഇതാണ് നിങ്ങൾക്ക് കാണേണ്ട ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിരുന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും. ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തു. എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് 1.49 × 10⁻⁻4 മീറ്റർ എന്നാണ് വന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. സോ ആൻസർ ഇസ് 1.49 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനടുത്ത് വരുന്നത് 1.5 ആണ്. സോ 1.5 × 10⁻⁻4 ഇസ് ദി ആൻസർ. കിട്ടിയോടാ? 1.45 × 10⁻⁻4 ഇസ് ദി ആൻസർ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ബ്രാസ് വയർ എക്സ്റ്റെൻഡ് ചെയ്തെന്നാണെങ്കിലോ? ബ്രാസ് വയർ എത്ര എക്സ്റ്റെൻഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. ഏരിയയും ഒക്കെ സെയിം ആണ്. ലെങ്ത് മാറും. ലെങ്ത് 1 മീറ്റർ ആവും. അതുപോലെ തന്നെ ഏരിയയും സെയിം ആണ്. യങ്സ് മോഡുലസ് അവർ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ യങ്സ് മോഡുലസ് അവർ തരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വ്യത്യാസം വരുന്നത് വെയിറ്റിലാണ്. എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഈ ബ്രാസ് തൂക്കിയിട്ടുള്ളത് 4 കിലോയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് 6 കിലോ ആണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 6 × 9.8 ആയിരിക്കും. ബാക്കി എല്ലാം സെയിം ആണ്. അങ്ങനെയാണ് ചെയ്യാം. കിട്ടിയോടാ?
ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ കുട്ടികളെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ 41 ആൾക്കാരുണ്ട്. ഒരുപാട് ഇപ്പോൾ എനിക്കൊന്ന് റിപ്പീറ്റേഴ്സിൻ്റെയും നമ്മുടെ ലൈവ് ഒരു ചെറിയൊരു ക്ലാഷ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറച്ച് കുട്ടികൾ ലൈവ് കാണുകയാണ്. എനിവേ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഇവിടെ കാണുന്നവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ? അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് ആർ യു കംഫർട്ടബിൾ വിത്ത് ദിസ്? എന്നോട് ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ബ്രാസിൻ്റെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതുകൂടെ എനിക്ക് പറയാം. ശരിയാണെങ്കിൽ ഞാൻ പറയാം, എത്രയെന്ന് പറയുന്നില്ല, ബട്ട് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോടാ? എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ അല്ലയോ? കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതോ ഞാൻ കൺവേ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായി തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദി എഡ്ജ് ഓഫ് എ അലുമിനിയം ക്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ ലോങ്. നമുക്ക് അതൊരു അലുമിനിയം ക്യൂബ് അങ്ങ് വരച്ചേക്കാം. ക്യൂബാണ് അല്ലേ? ഞാൻ വരയ്ക്കാൻ ഭയങ്കര മോശമാണ് മക്കളെ. ഓക്കെ, നമ്മുടെ ക്യൂബ് തൽക്കാലം ഇവനാണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഓക്കെ, കംഫർട്ടബിൾ, ക്ലിയർ ആണ്. സോ ഹാപ്പി. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര സൗണ്ട് എടുത്ത് എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയുക, ലൈക്ക് അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ ലൈവൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സൗണ്ട് എടുത്ത് ഭയങ്കര അടിപൊളിയായിട്ട് പറയും. ഞാൻ അങ്ങനെ പലവണ്ണം ശ്രമിച്ചു, പക്ഷേ അപ്പോഴേക്കും എൻ്റെ ത്രോട്ട് പോകും. സോ ദിസ് ഇസ് മൈ ആക്ച്വൽ പേസ്. ഞാൻ ഇങ്ങനെ പറയാം, ഒരു സോഫ്റ്റ് സൗണ്ടഡ് ആയിട്ട് എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഈസ് ലൈക്ക് ദിസ്. അതുകൊണ്ട് കുറേ പേര് പറയും ഉറക്കം വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കറിയില്ല വാട്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ ബോറടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. Okay, great. So, Dr. Sonu said brass is 1.28. Brass is 1.28 is the right answer. It's actually 1.3 into 10 raised to minus 4. Okay, Sonu, you did a great job. Okay, so what is the edge of the aluminium cube? അപ്പോൾ edge of the aluminium cube എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ലോങ് ആണ് അല്ലേ? സോ നമുക്ക് ഇതിനെ L is equal to 10 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. അപ്പം തന്നെ കൺവേർട്ട് ചെയ്തോ 0.1 മീറ്റർ. ഓക്കെ, one face of the cube is firmly fixed to a vertical wall. അതായത് ഇതൊരു ക്യൂബായിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്തു? നമ്മൾ ഒരു വാളിലേക്ക് ഇങ്ങനെ ഫേം ആയിട്ട് എന്ത് ചെയ്തു? അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എ മാസ് ഓഫ് 100 കിലോഗ്രാം ഈസ് ദെൻ അറ്റാച്ച് ടു ഓപ്പോസിറ്റ് ഫേസ്. ദൈവമേ, ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത്ര ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 100 കിലോഗ്രാം ഉള്ള ഒരു വെയിറ്റ് എന്ത് ചെയ്യുക? കെട്ടി തൂക്കിയിരിക്കുക ഇങ്ങനെ. അപ്പോൾ എന്ത് പറ്റി? ഇതിന് നല്ല വെയിറ്റ് വരും അല്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഷിയർ മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, അതായത് ഇങ്ങനെ വെയിറ്റ് വരികയാണെങ്കിൽ എന്ത് പറ്റും? ഇത് കുറച്ചങ്ങ് നീണ്ടുപോകില്ല ആ വെയിറ്റ് കാരണം. അത് എത്ര നീണ്ടുപോയി എന്നാണ് നമ്മളോട് NCERT മാമൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ L is equal to 0.1 മീറ്റർ. മാസ് എത്ര അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ. എത്ര മാസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 100 കിലോഗ്രാം ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമ്മളോട് ഷിയർ മോഡുലസ് തന്നിട്ടുണ്ട്. ഷിയർ മോഡുലസിൻ്റെ അതെന്താണ്? സിമ്പിൾ എന്താ? നീറ്റ എന്നൊക്കെ പറയും. അതാണ്. അത് 25 ജിഗാ പാസ്കൽ ആണ്. ജിഗ എന്ന് പറയുമ്പോൾ എത്ര? ജിഗ എന്ന് പറയുമ്പോൾ 10 raised to 9 ആണ് കേട്ടോ ജിഗാ പാസ്കൽ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് 25 into 10 raised to 9 പാസ്കൽ. This is 25 into 10 raised to 9 പാസ്കൽ. കിട്ടിയല്ലോ, ഫൈൻ. ഇനി എനിക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ നീറ്റ. നീറ്റഡ് ഇക്വേഷൻ ഇതൊരു ഷിയർ മോഡുലസ് ആണ്. അതായത് മോഡുലസ് ബേസിക്കലി മീൻസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇവിടെ ഷിയർ ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കാരണം, നമ്മൾ ഡയറക്റ്റ് തൂക്കാണ്ട് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സിനാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഒരു കോമ്പി റൂമോ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സോളിഡ്സ് പഠിപ്പിക്കാൻ എനിക്ക് ഒരു ടൈം കിട്ടുകയാണെങ്കിൽ വിൽ ലൈക്ക് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദോസ് ബ്യൂട്ടിഫുൾ തിങ്സ്. ഓക്കെ, പോട്ടെ. അപ്പോൾ നീറ്റ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. കിട്ടിയോടാ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. സോ സ്ട്രെസ് ഈസ് ഓൾവേസ് ഫോഴ്സ് ബൈ ഏരിയ. അതറിയാലോ, സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് L/Δ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ഓരോന്നും കണ്ടുപിടിക്കാം. ഇവിടെ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. കെട്ടി തൂക്കിയത് 100 കിലോഗ്രാം ആണ്. G 9.8 ആണ്. സോ ദിസ് ഇസ് 980 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാടാ? 980 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് അറിയേണ്ടത് ഏരിയ ആണ്. ഇവിടെ ഏരിയ എത്ര? ഏരിയ എന്ന് പറയുന്നത് ഒരു ഫേസ് ഓഫ് ക്യൂബ്. അതെന്ന് പറയുമ്പോൾ 0.1 into 0.1. കാരണം ക്യൂബിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. സോ ദിസ് ഇസ് 0.01 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയയും കിട്ടി. നമുക്കറിയേണ്ടത് ഡെൽറ്റ എൽ എന്താ? ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി ഡിഫ്ലക്ഷൻ? ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് അതറിയണം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 0.1 മീറ്റർ അല്ലേ? ആ ക്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ഒരു സൈഡ് തന്നെയാണ്. അത് 0.1 മീറ്റർ ആണ്. നമുക്ക് നീറ്റയും തന്നിട്ടുണ്ട്. നീറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? നീറ്റ ഈസ് 25 into 10 raised to 9.
അപ്പോൾ നമുക്ക് നീറ്റ് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ആകെ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നൗ ദ തിങ് ബിക്കം സോ ഈസി. അപ്പോൾ ഡെൽറ്റ എൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ എങ്ങനെ എഴുതാം? FL/A നീറ്റ. ഈ ഇക്വേഷൻ കേട്ടോ. ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡെൽറ്റ എൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ FL/A നീറ്റ എന്നൊരു ഇക്വേഷൻ വരും. അറിയാലോ? ഓക്കെ. സോ വാട്ട് ഇസ് എഫ്? എഫ് എത്രയാണ് അവിടെ? 980 ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ 980 ആണ്. വാട്ട് ഇസ് എൽ? വാട്ട് ഇസ് എൽ? എൽ എന്ന് പറയുന്നത് 0.1 ആണ്. ഏരിയ എന്ന് പറയുന്നത് 0.01 ആണ്. നീറ്റ എന്ന് പറയുന്നത് 25 × 10⁻⁹ ആണ്. ഓക്കെ, സോ 2598 എന്ന് പറയുമ്പോൾ 100/5 എന്ന് പറയുമ്പോൾ അറൗണ്ട് 4-4-അടുത്തുള്ളൊരു സംഖ്യ. ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും? അപ്പോൾ ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യാൻ അറിയാം? ഞാൻ അത് ഓപ്ഷൻ നോക്കും. എല്ലാം ഒരു എന്താണ് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് 98. ഇതിന് ഞാനൊരു 100ലേക്ക് അങ്ങ് ആക്കുകയാണെങ്കിൽ ഇവിടെ 25. സോ ദിസ് ഷുഡ് ബി സംവെയർ അറൗണ്ട് 4. അതായത് ഒരു 3.9-ഉം 4.1-നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഇൻറ്റു 10⁻⁴. അപ്പോൾ ഞാൻ പറയട്ടെ, ആൻസേഴ്സ് 3.9 × 10⁻⁴, 3.9 × 10⁵, 4.1 × 10⁻² ആണെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും. അല്ലാത്ത പക്ഷം എൻ്റെ ആൻസർ 3.9-നും 4.1-നും ഇടയ്ക്കാണ്. നോക്കിക്കഴിഞ്ഞാൽ 4.86 വരൂല, അത് 5-നടുത്തായി. 3.92 അത് 4-നടുത്താണ്. 3.01 3 ആണ്, അപ്പോൾ അത് വരൂല. 6.36 4-ന് അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഷുഡ് ബി 3.9. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നീറ്റ്, അതായത് നീറ്റ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് അറൗണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തന്നെ കറക്കിയിട്ടുണ്ടായിരുന്നു. കറക്കല്ല, ഇതാണ് നമ്മളൊരു ഐഡിയ വെച്ച് കുത്തുക പറയില്ല, അതാണ് ഈ പരിപാടി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി, പക്ഷേ മൊത്തം സോൾവ് ചെയ്യാൻ നിൽക്കില്ല. നമുക്ക് അപ്ലിക്കൊരു ഐഡിയ കിട്ടും, കുത്തി കഴിഞ്ഞാൽ ശരിയായിരിക്കും. ദ ആൻസർ ഇസ് 2. ആൻസർ ഇസ് 2. 3.92 × 10⁻⁷. ആരെങ്കിലും പറഞ്ഞോ? സ്ക്വയർ ഓപ്ഷൻ 4 തെറ്റി. ഓക്കെ, ദിയ ജോൺ ആദ്യം 1 പറഞ്ഞിട്ട് ഇപ്പം നൈസായിട്ട് 2ലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ കണ്ടു ദിയ കേട്ടോ. എനിവേ ദിയ, ദ ആൻസർ ഇസ് റൈറ്റ്. ആൻസർ ഇസ് 2. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഓക്കെ ഓക്കെ കുട്ടികളെല്ലാവരും എല്ലാവരും ഫുഡ് കഴിക്കാൻ സമയമായോ? അതോ വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ? അതോ സോളിഡ്സ് ആർക്കും ഇഷ്ടമല്ല? എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. സോളിഡ്സ് ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ചാപ്റ്റർ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ കോമൺലി കാണുന്നൊരു കാര്യമാണ്, കലാഷ്നിക്കോവ് ഒക്കെയാണ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു കോമ്പി റൂം ഒക്കെ ഇട്ടാണ് നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാം? NCERTയുടെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് സോ ഈസി ടു ക്രാക്ക് നീറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് NCERT ക്വസ്റ്റ്യൻസ് ഒറ്റ സ്കിപ്പിങ്ങാണ്. നമ്മൾ ചോദിച്ചാൽ പോലും സാർമാർ പറയും അതൊന്നും മക്കളെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ലൈക്ക് നീഡ് ഓഫ് ദി അവർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു കാര്യമാണ് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തത് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നത്. സോ അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണ് NCERT ഇമ്പോർട്ടൻ്റ് എല്ലാം തോന്നുകയാണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്ത സീനിയേഴ്സിനോട് ചോദിക്കുക. നല്ല റാങ്ക് മേടിച്ച് നല്ലൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നല്ലൊരു IITs NITs ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തവരെല്ലാവരും പറയുന്നൊരു കാര്യമാണ് NCERT സോൾവ് ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ സാർമാരെ ഹെൽപ്പ് ചെയ്തു. ബാക്കി കുറേ അന്ന് വീഡിയോസ് ഇല്ല, നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോയും ഇല്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും, നിങ്ങളുടെ ഇതിൽ വെച്ച് കിട്ടും. ഓക്കെ ആണല്ലോ? ഫ്ലൂയിഡ്സിനെക്കാട്ടും എളുപ്പമല്ലേ സോളിഡ്സ്? ഡെഫിനറ്റ്ലി. സർ സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? അഫ്ല പറയുന്നുണ്ട് സ്ക്രീൻ കാണുന്നില്ല എന്ന്. ക്യാൻ യു ജസ്റ്റ് ടെൽ മീ വെദർ എവ്രി വൺ ഇസ് ഹാവിങ് ദി ഇഷ്യൂ? അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, ടെക്നിക്കൽ ടീമിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ? 4 ഐഡൻറ്റിക്കൽ ഹോളോ സിലിണ്ടറിക്കൽ കോളംസ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് 4 ഓട്ടയുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. ഹോളോ എന്ന് പറഞ്ഞാൽ ഓട്ടം. ഓക്കെ, 4 സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്തു? സപ്പോർട്ട് എ ബിഗ് സ്ട്രക്ചർ ഓഫ് 50,000 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ തൽക്കാലം ഒരു പ്ലേറ്റ് വയ്ക്കുക. പ്ലേറ്റ് ഇല്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താണ് വലിയ ഒരു സ്ട്രക്ചർ നമ്മൾ താങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെ 4 പില്ലർ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ വലിയ സാധനം വെക്കൂലേ? ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് 50,000 കിലോഗ്രാമാണ്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. സോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഹോളോ സിലിണ്ടർ ആണ് അല്ലേ? അപ്പോൾ അതിനൊരു ഇന്നർ റേഡിയസ് ഉണ്ടാവും, ഒരു ഔട്ടർ റേഡിയസ് ഉണ്ടാവും. ഒരു ഇന്നർ റേഡിയസ് ഉണ്ടാവും, ഒരു ഔട്ടർ റേഡിയസ് ഉണ്ടാവും. ശരിയാണല്ലോ? സോ വാട്ട് ഈസ് ദ ഇന്നർ റേഡിയസ്? ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. കിട്ടിയോടാ? ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? വാട്ട് വിൽ ദ കംപ്രഷൻ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം?
അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ 50,000 കിലോൻ്റെ വെയിറ്റ് ഒരേപോലെയാണ് 4 ആൾക്കും കിട്ടുക. കാരണം 4 ആൾ ഈക്വൽ പൊസിഷനിലായിരിക്കും, ഒരാൾക്ക് എല്ലാവരും ഒരേപോലെ താങ്ങി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെയിറ്റ് കാരണം ഇതിനകത്ത് ചെറിയ കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ മേ ബി ഒന്ന് അതിൻ്റെ വലിപ്പം കുറയാനോ അല്ലെങ്കിൽ നീളം കുറയാനോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെയിൻ എത്രയെന്നാണ് കവി ചോദിച്ചിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ നമുക്ക് ആദ്യം മാസ് ഓഫ് ദി ബിഗ് സ്ട്രക്ചർ. അപ്പോൾ ആ മാസ് എത്രയാണ്? മാസ് എന്ന് പറഞ്ഞാൽ 50,000 കിലോഗ്രാം, 50,000 അല്ലെങ്കിൽ 50,000 കിലോഗ്രാം ആണ്. എത്രയാണ് അതിന് ഇന്നർ റേഡിയസ്? ഇന്നർ റേഡിയസിനെ സ്മോൾ ലെറ്റർ R എന്നുകൊണ്ട് വിളിക്കുകയാണ്. അത് 30 സെൻറ്റിമീറ്റർ ആണ്. അത് 30 സെൻറ്റിമീറ്റർ ആണ്. വേഗം മാറ്റിക്കോ 0.3 മീറ്റർ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വാട്ട് ഈസ് ദി ഔട്ടർ റേഡിയസ്? R എന്ന് പറയുന്നത് എത്രയാടാ? 60 സെൻറ്റിമീറ്റർ ആണ്. അതും മാറ്റിക്കോ 0.6 മീറ്റർ. സോ ദിസ് ഇസ് 0.6 മീറ്റർ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിട്ടുള്ള കാര്യം എന്താ? അടുത്ത നമുക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. Y is equal to 2 × 10⁻11 പാസ്കൽ. ഇത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 50,000 കിലോഗ്രാം എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെന്ന് നോക്കാം. എന്നിട്ട് ആ ഫോഴ്സ് 4 ആൾക്കും തത്തുല്യമായിട്ട് വീതിക്കാം. അപ്പോൾ ഒരാളുടെ ഫോഴ്സ് കിട്ടുമല്ലോ, അത് ചെയ്യാം ആദ്യം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്? F is equal to, that is mg, that is 50,000. 50 കഴിഞ്ഞിട്ട് 3 പൂജ്യം അല്ലേ? 50,000 ഇൻറ്റു 9.8 ആണ്. ഓക്കെ ആണല്ലോ. ഇത് 4 ആളും പാടെ എടുക്കുന്ന ഫോഴ്സാണ്. ഒരാൾക്ക് കിട്ടുന്ന എത്രയാണ്? അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ സിംഗിൾ കോളം എത്രയാണ്? ഫോഴ്സ് ഓൺ സിംഗിൾ കോളം, അതായത് ഒരു കോളത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ദാറ്റ് ഈസ് 50,000 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 4. ഇത് 4 ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ഒരാൾക്ക് കിട്ടുന്നത് 50,000 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 4. ഇത് നിങ്ങൾ കണക്ക് കൂട്ടാം. 122,500 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ. ഇത് കണക്കൂട്ടത്തെ വേറെ ഒന്നുമല്ല, ഇതിന് വെറുതെ ഞാൻ ഇരുന്ന് ഹരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. ഇത് ആർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ ദ ആൻസർ ഇസ് 122,500 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് യങ്സ് മോഡുലസിലേക്ക് വരാം. യങ്സ് മോഡുലസ് എത്രയാടാ? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ ആണല്ലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ബൈ വൈ ആണ്. അല്ല, ഫോഴ്സ് ബൈ ഏരിയ ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരുന്നത് കംപ്രഷൻ സ്ട്രെയിൻ ആണ്. നമുക്ക് കാണേണ്ടത് സ്ട്രെയിൻ എത്രയാണെന്നാണ്. സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു, സ്ട്രെയിൻ എത്രയാണ്? അവിടെ സ്ട്രെയിൻ എത്രയാണ്? ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ബൈ വൈ ആണ്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ആകിനി ഏരിയ കണ്ടുപിടിക്കണം. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് എത്രയാടാ? ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയാ? പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. ശരിയാണല്ലോ. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ സിലിണ്ടറിക്കൽ കോളത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. സോ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദി ഏരിയ ഓഫ് ദി സിലിണ്ടർ. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? ഏരിയ എത്രയാടാ? പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 0.6, അതല്ലേ മുകളിലത്തെ ഉള്ളത്തെ 0.3 അല്ലേ? മൈനസ് 0.3 ദി ഹോൾ സ്ക്വയർ. 0.6 ഹോൾ സ്ക്വയർ മൈനസ് 0.3 ദി ഹോൾ സ്ക്വയർ. കിട്ടിയോടാ? ഇനി നമുക്ക് സ്ട്രെയിൻ മൊത്തത്തിലും കാണാം. സ്ട്രെയിൻ എത്രയാ? ഫോഴ്സ് എത്രയാ? 122,500 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 0.6 ഹോൾ സ്ക്വയർ മൈനസ് 0.3 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു യങ്സ് മോഡുലസ് എത്രയാ? 2 × 10⁻11. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇതും ചെയ്ത് നോക്കാൻ അത്യാവശ്യം ടൈം എടുക്കും. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതാണെന്ന് അറിയാം. ബട്ട് ഇത് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആൻസർ 7.22 × 10⁻7 ഇതുണ്ടാവില്ല, എന്താണ് യൂണിറ്റ് ഉണ്ടാവില്ല. ഇത്രയാണ് ഞാൻ ചെയ്തപ്പോൾ എറൗണ്ട് എനിക്ക് കിട്ടിയത്. ഇതന്നെ ആയിരിക്കണം ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ 7.22 × 10⁻7 എന്ന് പറയുമ്പോൾ ദൈവൻ എനിക്ക് 7.23 ആവുന്നത്. ഞാൻ റൗണ്ട് ചെയ്താണ് ഇത്ര ആവാൻ വേണ്ടിയിട്ട്. സോ 7.22 × 10⁻7. ഓക്കേടാ, എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കടാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് എൻ്റെ കോളേജത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സ്റ്റഡീസ് മാത്രമാക്കിയെന്ന് വേണ്ട. എന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയാത്ത കുറച്ച് പേര് പുതിയതാണ് അല്ലേ? കുറച്ച് ആൾക്കാർ പുതിയതാണ്. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞില്ല. മൈ നെയിം ഈസ് ആകാശ്. എൻ്റെ പേര് ആകാശ് എന്നാണ്. ആൻഡ് ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ നമ്മുടെ ഡോപ്പയിൽ തന്നെ, ഡോപ്പ ഈസ് അറിയാലോ, കാലിക്കറ്റ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. ഞാനിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് മെഡിസിൻ, അതെനിക്ക് കാഷ്വാലിറ്റി ഒക്കെ കഴിഞ്ഞ് ഓടി കതച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി. അതാണ് വെള്ളമൊക്കെ അടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയാണ്. കാരണം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാനം എത്തൂല.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേടാ, എനിക്കറിയില്ല ഓരോരുത്തർ, കാരണം നമുക്ക് കോമ്പിക്ക് ഒരു സെപ്പറേറ്റ് കുട്ടികളുണ്ട്, അവരെനിക്കറിയാം, അവർ ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ നിങ്ങൾ പറയാം കേട്ടോ. ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഐ അഡ്മിറ്റ്. നല്ല അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ തോന്നും, പക്ഷേ മക്കളെ പോകരുത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഓപ്ഷനൊന്നും ഇല്ലാണ്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഞാൻ അതേപോലെ കിട്ടാണ് കേട്ടോ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഇല്ല എന്നല്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാക്കിയിട്ട് തന്നെ വരാം. സെയിം ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ തന്നാൽ പോട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ? എ പീസ് ഓഫ് കോപ്പർ ഹാവിങ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 15.2 millimeter into 11.1 millimeter. അപ്പോൾ ഒരു റെക്ടാങ്കുലർ കോപ്പർ കോയിലുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 19.1 മില്ലിമീറ്ററും അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 15.2 മില്ലിമീറ്ററുമാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇതിനെന്താ ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ വലിക്കുകയാണ് അല്ലേ. എവിടുന്ന വലിക്കുന്നതെന്ന് അറിയില്ല, നമുക്ക് ഇങ്ങനെ കൊടുത്തോട്ടെ. ഒരു ഫോഴ്സ് കൊണ്ട് വലിക്കുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ വാല്യൂ 45,500 ന്യൂട്ടൺ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, നേരത്തെ സാറിൻ്റെ സ്ട്രാറ്റജി പറയാമോ? ഡെഫിനറ്റ്ലി ഐ വിൽ സേ. ഓക്കെ, സോ ഫോഴ്സ്, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജി, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫോഴ്സ് എന്ന് പറയുന്നത് 44,500 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഒരു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഒരു ഇളക്കം പറ്റുന്നുണ്ട്, ഒന്ന് ചെറുതായിട്ട് നീളുന്നുണ്ട്. അതിൻ്റെ സ്ട്രെയിൻ, എത്ര സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത് ഏതാ? അവിടെ ലെങ്ത് എത്രയാണ്? 19.1 മില്ലിമീറ്റർ അല്ലേ. മീറ്റർ ആക്കാൻ 19.1 into 10⁻³ meter. So this is 19.1 into 10⁻³ meter. And what is breadth B equal to? B എത്രയാ പറഞ്ഞേ? B എത്രയാ? B is equal to 15.2 millimeter. ശരിയാണല്ലോ. So that is 15.2 into 10⁻³ meter. 15.2 into 10⁻³ meter. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്ക് എല്ലായിടത്തും ഏരിയ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ 19.1 into 10⁻³ into 15.2 into 10⁻³ ഓക്കെ ആണല്ലോ. 19.1 into 10⁻³ into 15.2 into 10⁻³. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 2.9 into 10⁻⁻4 meter square എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ഞാനത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാത്ത എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഞാനങ്ങനെ ട്രൈ ചെയ്തു, ഒരു ക്ലാസ്, ഒരു ഡെമോ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ബോറാണ്. ഞാനിത് ഇങ്ങനെ കണക്ക് കൂട്ടുക, ഇടയ്ക്ക് തെറ്റിപ്പോവും, അപ്പോൾ നിങ്ങൾക്കും മടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് വിചാരിച്ചത്. ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് 2.9 into 10⁻⁴. ഇനി നമുക്കറിയേണ്ടത് ടെൻഷൻ എത്രയാണ്, എത്ര ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ടെൻഷൻ ഓർ ഫോഴ്സ് എത്ര അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഫോഴ്സ് എത്രയാണ്? 44,000 എത്രയായിരുന്നു മറന്നുപോയി, 44,500 ന്യൂട്ടൺ. സോ ആൻസർ ഇസ്, ഫോഴ്സ് എന്ന് പറയുന്നത് 44,500 ന്യൂട്ടൺ ആണ്. ഇനി എത്ര മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി തന്നിട്ടുണ്ടോ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിനകത്ത്, അതായത് ഇതൊരു സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വേണം. ഇത് നീറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി തരും. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട. ഓക്കെ ആണല്ലോ. അതിൻ്റെ വാല്യൂ ഇസ് 42 into 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നിങ്ങളിത് കണ്ട് പേടിക്കരുത് കുട്ടികളെ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നീറ്റിന് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ഗിവിംഗ് യു ദിസ് വാല്യൂ. ഈ വാല്യൂ തരാണ്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, കാരണം ഈ ഒരു വാല്യൂ നിങ്ങൾ എത്ര മെറ്റീരിയൽസിന് ഓർത്തിരിക്കും. ഇനി ഞാൻ അടുത്ത് വരുമ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് ബൾക്ക് മോഡൽസിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് റെഫർ ചെയ്ത് ബൾക്ക് മോഡൽസിൻ്റെ വാല്യൂ എന്താണോ അത് ഞാനങ്ങ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? ആ വാല്യൂ ഉണ്ടാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നീറ്റ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അത് നമുക്കറിയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് എന്ന് അഗൈൻ ഫോഴ്സ് ബൈ ഏരിയ ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ ആണല്ലോ. സോ സ്ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു നീറ്റ. എല്ലാം നമ്മൾ കണ്ടുപിടിച്ചാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഫോഴ്സ് ഇസ് 44,500 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാടാ? ഏരിയ എന്ന് പറയുന്നത് 2.9 into 10⁻⁻4 ഇൻറ്റു നീറ്റ എന്ന് പറയുന്നത് 42 into 10⁻⁹. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ആണ് 3.65 into 10⁻⁻3. യൂണിറ്റ് ഇല്ല, ഇത് സ്ട്രെയിൻ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആൻസർ ഇസ് 3.65 into 10⁻⁻3. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ആൻസർ ഇതുവരെ ആരും ഇട്ടിട്ടില്ല, കുഴപ്പമില്ല. നിങ്ങൾക്കത് എന്താണ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ദ ആൻസർ ഇസ് 3.65 into 10⁻⁻3. കിട്ടിയോടാ? മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എന്നോട് ചോദിച്ചത് സാറിൻ്റെ സ്ട്രാറ്റജി പറയാമോ? നീറ്റിൻ്റെ സ്ട്രാറ്റജി ആണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോവിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഓഫ്ലൈനായിട്ടൊരു സെൻറ്ററിൽ തന്നെ റിപ്പീറ്റ് ചെയ്തത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്യാം, ഞങ്ങൾ പഠിക്കുമ്പോൾ മെയ്യിലായിരുന്നു നീറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയ്യിൽ നീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സസ് ഓൾമോസ്റ്റ് ഒരു ജനുവരി ആയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങൾ ആ ഒരു ഫെബ്രുവരി കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു റൗണ്ട് റിവിഷൻ എത്തിച്ചു. മാർച്ച് ആയ സമയത്ത് തിയറി മാറ്റി വെച്ച് ഇതേപോലെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ NCERTയുടെ ചാപ്റ്റേഴ്സ് എടുക്കും, അതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആയ സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ രാവിലെ എണീറ്റ വഴിക്ക് ഒരു 8 to 11 ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മേ ബി ഒരു 7 to 10 അടുത്തൊരു ഫുൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ, ബാക്കിയുള്ള സമയം ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മൈൻഡ് മാപ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവിഷൻ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ സ്ട്രക്ചേർഡ് ആക്കിയിട്ടായിരുന്നു ചെയ്തത്. ഓക്കെ ആണല്ലോ? സുമയ ചോദിച്ചു, സാർ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ, ജസ്റ്റ് കോൺസെപ്റ്റ് പെട്ടെന്ന് പറയാം. ഒന്നുമില്ലടാ, സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു കോപ്പർ വയർ ഉണ്ട്, ഒരു കോപ്പറിൻ്റെ പ്ലേറ്റ് ഉണ്ട്, ഡയമെൻഷൻ തന്നിട്ടുണ്ട് അല്ലേ, 15, 19. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതൊരു കോപ്പർ വയറാണെന്ന് വിചാരിക്കുക, കോപ്പർ പ്ലേറ്റ് ആണ്. ഞാനത് ഒരു സൈഡിൽ നിന്ന് വലിക്കുകയാണ്, 44,000 ന്യൂട്ടൺ വെച്ച് വലിക്കുമ്പോൾ ഇതങ്ങ് നീളും. ഇത് എത്ര നീണ്ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, നീറ്റയാണ്. അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം, ഈ ഫോഴ്സ് എത്രയാണ് അത് തന്നിട്ടുണ്ട്, ദാറ്റ് ഫോഴ്സ് ഇസ് 44,500. ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഞാൻ തന്നിട്ടുണ്ട്, അവർ ക്വസ്റ്റിൽ തന്നിട്ടില്ല. ദാറ്റ് ഈസ് 42 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കിട്ടിയോടാ? അത് നമ്മൾ കൊടുത്താൽ എന്ത് കിട്ടും, എത്ര വലിഞ്ഞു എന്ന് അറിയും. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. പീസ് ഓഫ് കോപ്പർ വയർ അത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ സ്റ്റീൽ കേബിൾ വിത്ത് എ റേഡിയസ് ഓഫ് 1.5 cm supports a chair lift at a sky area. Okay. If the maximum stress is not to exceed 10⁸ Newton per meter square, what is the maximum load the cable can support? അപ്പോൾ എന്താണ് കാര്യം എന്നറിയോ? ഈ സ്കൈ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കീ ഏരിയ. ഓക്കെ, അത് പല രീതിയിലാണ് ആൾക്കാർക്ക് ഇത് യൂസ്. ചിലർ പറയും അത് സ്കീ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ഥലം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും എളുപ്പം. അപ്പോൾ പാലക്കാടൊക്കെ ജീവിക്കുന്നു, എൻ്റെ വീട് പാലക്കാടാണ്. അവിടെയുള്ളവർ നമുക്കൊരു കേബിൾ കാർ ഉണ്ടാകും മലമ്പുഴയിൽ എന്ന് പറഞ്ഞാൽ. കേബിൾ കാർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കേബിൾ കാർ ഇങ്ങനെ ഒരു സ്ട്രിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കേബിൾ ഉണ്ട്, അതിൽ ആൾക്കാർ ഇരിക്കും. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കേബിളാണ്, ഇതൊരു ചെയർ കാറാണ്, അതിൻ്റെ മുകളിൽ ഒരു കേബിൾ ഉണ്ട്. ഈ ഒരു കേബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കേബിളിന് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 10⁸ Newton per meter square ആണ്. ഓക്കെ, ഈ ഒരു കേബിളിന് എടുക്കാവുന്ന മാക്സിമം സ്ട്രെങ്ത് 10⁸ Newton per meter square ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന് എത്ര ലോഡ് എന്ന് പറഞ്ഞാൽ എത്ര വെയിറ്റ് വരെ അല്ലെങ്കിൽ എത്ര ന്യൂട്ടൺ വരെ താങ്ങാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1.5 cm ആണ്. ദാറ്റ് ഈസ് 1.5 × 10⁻² മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഇത് എന്തായാലും 0.015 മീറ്റർ എന്ന് എഴുതിക്കോളൂ. ഇനി മാക്സിമം സ്ട്രെസ് എത്രടാ? സ്ട്രെസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 10⁸ Newton per meter square. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കാണേണ്ട എന്താണ്? ഫോഴ്സ്. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഫോഴ്സ് ബൈ മാക്സിമം ഫോഴ്സ് ബൈ ഏരിയ. അതുകൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഫോഴ്സ് ബൈ എത്രടാ? മാക്സിമം ഫോഴ്സ് ബൈ ഏരിയ ആണ്. കിട്ടിയോടാ? അപ്പോൾ നമുക്ക് മാക്സിമം ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. അപ്പോൾ മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? മാക്സിമം സ്ട്രെസ് ഇൻറ്റു ഏരിയ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ ആണല്ലോ? സോ ഇവിടെ മാക്സിമം സ്ട്രെസ് എത്രയാണ്? മാക്സിമം സ്ട്രെസ് 10⁸ ആണ്. ഏരിയ എന്ന് പറയുന്നത് ഒരു കേബിളാണ്, ഒരു സിലിണ്ടർ ആണ്. സോ ദാറ്റ് ഈസ് πr² അല്ലേ? സോ π ഇൻറ്റു r എത്രയാണ്? 0.015 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ദ ആൻസർ ഇസ് അറൗണ്ട് 7.065 × 10⁻⁴ ന്യൂട്ടൺ.
ഓക്കെ 7.065 into 10⁴ ന്യൂട്ടൺ ആണ് വന്നത്. അപ്പോൾ അതിനടുത്ത് നിൽക്കുന്ന വാല്യൂ 7.061. ഓക്കെ, സോ ദ ആൻസർ ഈസ് 7.061 into 10⁴ ന്യൂട്ടൺ. ഇത് ഞാൻ ചെയ്യാത്തെന്ന് അറിയാൻ പറഞ്ഞില്ല. അഗെയിൻ ആ കാൽക്കുലേഷൻ ഭയങ്കര ടേഡിയസ് ആണ്. നിങ്ങൾ തൽക്കാലം കാൽക്കുലേറ്റർ എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഒറ്റ ക്വസ്റ്റൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും മടുക്കും, നിങ്ങൾക്കും മടുക്കും. ഓക്കെ, സോ മാക്സിമം ഫോഴ്സ് 7.05 into 10⁴. ആൻസർ ഇസ് 1. ആരാ 1 പറഞ്ഞേ? യാരി സെറ്റ് ഓപ്ഷൻ 1. ഓക്കെ, യാരി ഈസ് ഗെറ്റിംഗ് ആക്റ്റീവ് നൗ. യാരി അത്യാവശ്യം ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. യാരി ഗുഡ് ഗോയിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറഞ്ഞേ. എ റിജിഡ് ബാർ ഓഫ് മാസ് 15 kilogram ഈസ് സപ്പോർട്ടഡ് സിമെട്രിക്കലി ബൈ 3 wires. ഓക്കെ, ഒരു ബാർ ഉണ്ട്. ബാർ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം, ഒരു സോളിഡിൻ്റെ പീസ് ഉണ്ട്. അതിന് 3 വയർ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓരോ വയറിൻ്റെയും ലെങ്ത്ത് 2 മീറ്ററാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിന് 2 അറ്റത്തുള്ള ദോ സച്ച് ഈച്ച് എൻഡ് ആർ കോപ്പർ. ഇത് 2 കോപ്പർ കൊണ്ടുണ്ടാക്കിയ വയറാണ്. മിഡിലുള്ളത് അയേൺ കൊണ്ടുള്ള വയറാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡയാമീറ്ററിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 എണ്ണത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാത്തിലും ആക്ട് ചെയ്യുന്ന ടെൻഷൻ സെയിം ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെൻഷൻ സെയിം ആയതുകൊണ്ട് ഇതിലുണ്ടാവുന്ന എക്സ്റ്റൻഷനും സെയിം ആയിരിക്കും. കത്തിയോടാ, എക്സ്റ്റൻഷനും സെയിം ആയിരിക്കും. സോ ടെൻഷൻ സെയിം ആയതുകൊണ്ട് അതിലുണ്ടാവുന്ന എക്സ്റ്റൻഷൻ സെയിം ആയിരിക്കും. അല്ലാതെ അതിൽ എത്ര ഇതാണോ ആക്ട് ചെയ്യുന്നത് അത് നമ്മൾ നോക്കില്ല. അതായത് അതിന് ഡെൻസിറ്റി കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ടെൻഷൻ സെയിം ആണെങ്കിൽ അതിൽ എക്സ്റ്റൻഷനും സെയിം ആയിരിക്കും. സോ വാട്ട് ഈസ് യങ്സ് മോഡുലസ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ ആണല്ലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ ഓക്കെ ഫൈൻ. ഇതിൽ ആക്ട് ചെയ്യുന്ന ഓക്കെ സ്ട്രെസ്. സോ വാട്ട് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ്റെ സ്ഥലത്ത് ഫോഴ്സ് ബൈ ഏരിയയുടെ സ്ഥലത്ത് πr² അല്ലെങ്കിൽ πd² അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ അവിടെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എത്രയാണ്? നമുക്ക് ഡയമീറ്ററാണ് കാണേണ്ടത്. ഡയമീറ്ററിൻ്റെ വേണ്ടത്? ജസ്റ്റ് നോട്ടായി ബാക്ക് ടു ട്രാക്ക്. നമുക്ക് കാണേണ്ടത് ഡയമീറ്റർ ആണ് അല്ലേ? സോ ഡയമീറ്റർ കാണണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് ആക്കാൻ നിൽക്കണ്ട, ഇത് ഡയമീറ്റർ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ d/2 ബൈ സ്ട്രെയിൻ. ഓക്കെ, ബൈ സ്ട്രെയിൻ. അപ്പോൾ എന്ത് പറ്റിയത്? സോ ദിസ് ഇസ് 2² എന്ന് പറയുമ്പോൾ 4f ബൈ πd² ഇൻറ്റു സ്ട്രെയിൻ. കിട്ടിയോടാ? സോ ഇതാണ് വരുന്നത് πd² ബൈ സ്ട്രെയിൻ. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഫോഴ്സ് സെയിം ആണ്, ഡയമീറ്റർ വ്യത്യാസമുണ്ട്, സ്ട്രെയിന് സെയിം ആണ്. കാരണം അതിലുണ്ടാകുന്ന എക്സ്റ്റൻഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യങ്സ് മോഡുലസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? യങ്സ് പ്രൊപ്പോർഷൻ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ y1 ആദ്യത്തെ യങ്സ് മോഡുലസ് എത്രയാടാ? തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നോക്കണം. ആദ്യത്തെ കോപ്പറാണ് അല്ലേ? സോ കോപ്പറിൻ്റെ അല്ലെങ്കിൽ അയേണിൻ്റെ നമുക്ക് എടുക്കാം. അയേണിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 190 × 10⁹ പാസ്കലാണ്. ഓക്കെ, സോ അയേണിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 190 × 10⁹ പാസ്കലാണ്. അതിന് ഡയമീറ്റർ d1 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ അടുത്തതിന് ഡയമീറ്റർ, ഇത് കോപ്പറാണ്, ഇത് അയേണാണ്. അപ്പോൾ കോപ്പറിൻ്റെ y2 എന്ന് പറയുന്നത് എത്രടാ? 110 × 10⁹ പാസ്കലാണ്. ഓക്കെ ആണല്ലോ, 110 × 10⁹ പാസ്കലാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതിൻ്റെ ഡയമീറ്റർ നമ്മൾ d2 എന്നിവിടെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ ഇവിടെ നമുക്കറിയാം y ഈസ് പ്രപ്പോർഷണൽ ടു 1/d². ഓക്കെ ആണല്ലോ. അപ്പോൾ d ഈസ് പ്രപ്പോർഷണൽ ടു 1/√y എന്ന് പറയുന്നതോട് തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ വരിക? d1/d2 എന്ന് പറയുന്നത് √y2/y1 ആണോ? സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. y ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ d² ആണെങ്കിൽ y ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √y. അങ്ങനെയെങ്കിൽ d1/d2 ഈസ് ഈക്വൽ ടു y2/y1. അപ്പോൾ d1/d2 എത്രടാ? y1. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തൽക്കാലം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ് ഓഫ് ഈച്ച് ദെയർ എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതെടുക്കാം, കോപ്പർ ബൈ ഇതെടുക്കാം. കാരണം മെജോറിറ്റി ആൾ കോപ്പർ അല്ലേ, കോപ്പർ ബൈ അയൺ എടുക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? d2/d1 ആണ്. അങ്ങനെ എടുക്കാം തൽക്കാലം. അപ്പോൾ എന്തായി? y1/y2y. ഓക്കെ, y1 എത്രയാണ്? 190 × 10⁹. ഓക്കെ, കാണുന്നില്ല. 190 × 10⁹ y2 എന്ന് പറയുന്നത് 110 × 10⁹. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 19/11 റൂട്ടാണ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് അറൗണ്ട് 1.31. അപ്പോൾ റേഷ്യോ എത്രയുടെ? റേഷ്യോ
1.31:1. ഓക്കെ ആണല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് 1.31:1 ആണ്. ഓക്കെ, 1.31:9. എൻ്റെ ആൻസർ തന്നിട്ടില്ല, സോ ജസ്റ്റ് ഡു ലൈക്ക് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഉത്തരം ചെറുതായിട്ട് തെറ്റി മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് വാല്യൂ തന്നിട്ടില്ലല്ലോ, കുഴപ്പമില്ല. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? എനിക്കത് പറഞ്ഞേ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അതോ ഇടയ്ക്ക് കിളി പോകുന്നുണ്ടോ? വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മളിപ്പോൾ അറൗണ്ട് ഒരു മണിക്കൂറായി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മടുത്തു തുടങ്ങിയോ അതോ യു ആർ എൻജോയിങ് ഇറ്റ്? നിങ്ങൾ പറയണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചെറുതായി ടഫ് ആയിക്കൊണ്ടിരിക്കും. നെവർ മൈൻഡ്. A 14.5 kilogram mass fastened to the end of a steel wire of unstretched length is 1 meter is whirled in a vertical circle with an angular velocity of 2 revolutions per second. ദൈവമേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് അപ്പം വിടും അല്ലേ? നോക്കി നോക്കാം. At the bottom of the circle, the cross-sectional area of the wire is 0.065 centimeter square. The elongation of the wire when the mass is at lowest point of the path is. ആദ്യം ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് പറയുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരു 14.5 കിലോഗ്രാമിൻ്റെ ഒരു മാസ് ഉണ്ട്. ഓക്കെ, 14.5 കിലോഗ്രാമിൻ്റെ ഒരു മാസ് ഉണ്ട്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റീൽ വയറിൽ അറ്റാച്ച് ചെയ്യാണ്. എന്നിട്ട് എന്താണ്, ആ സ്റ്റീൽ വയർ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കറക്കുകയാണ്. ഇങ്ങനെ കറക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു സ്റ്റീൽ വയർ ആണെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ? ഇത് നമ്മൾ ഇങ്ങനെ കറക്കുകയാണ്. ഓക്കെ, ഇതിന് നമ്മൾ ഇങ്ങനെ കറക്കാണ്. അപ്പോൾ ഇങ്ങനെ കറക്കുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഈ വെയിറ്റ് കാരണം, അതായത് ഇതിനകത്ത് ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കാരണം ഈ ലെങ്ത് എന്ത് ചെയ്യും? ഈ വയർ ഇലോങ്ങേറ്റ് ആവും. അവർ ചോദിച്ചിട്ടുള്ളത് എത്ര ഇലോങ്ങേറ്റ് ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് തന്ന വാല്യൂസ് എഴുതാം, എന്നിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ മാസ് എത്രയാണ്? 14.5 കിലോഗ്രാം. ഓക്കെ, ഞാൻ എപ്പോഴും ചെയ്യുന്നത്, കാരണം എനിക്കിത് നീറ്റിനോട് ശീലമായത്, ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഗിവൺ ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കും, എന്നിട്ട് ഞാൻ അനലൈസ് ചെയ്യും. അത് ഞാൻ എത്ര സ്പീഡ് ചെയ്യാൻ നോക്കിയാലും പക്ഷേ മനസ്സിലാക്കുക, ഈ സ്പീഡ് ചെയ്താലും യു ക്യാൻ ഗെറ്റ് ഇറ്റ്. കാരണം ഐ വിൽ സേ, വെൻ ഐ ഡിഡ് മൈ നീറ്റ് ഐ ഗോട്ട് 165 of 180. ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു, എൻ്റെ 3 ക്വസ്റ്റ്യൻ തെറ്റി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് മൈ സ്കോർ ഇൻ ഫിസിക്സ്. ആൻഡ് ദ റീസൺ, എനിക്ക് ഫിസിക്സ് ഒന്നാമത് ഐ ലൈക്ക് ഫിസിക്സ് സോ മച്ച്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഞാൻ ഈവൻ ആഫ്റ്റർ ബീങ് MBBS, ലൈക്ക് എനിക്ക് പഠിപ്പിക്കാനൊക്കെ എളുപ്പം MBBS ആണ്. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ഫിസിക്സ് ബിക്കോസ് ഐ ലവ് ഫിസിക്സ്. ഭയങ്കര രസമാണ് പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ബിക്കോസ് ബയോളജി അങ്ങനെ പറയും, ചെവിയിൽ ഇതുണ്ട്, ചെവിയിൽ ഇന്നർ ഇയർ ഉണ്ട്, ഇറ്റ് ഗോട്ട് യൂട്രിക്കൽ, ഇറ്റ് ഗോട്ട് സാക്യൂൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഡൈസിസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഗോട്ട് ഡിവോർണം, ജജനം, മില്ലിയം, ആൻഡ് യു സേ ഓൾ ദോസ് ഫാക്ട്സ്. പക്ഷേ ഫിസിക്സ് ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ജസ്റ്റ് എക്സ്പ്രസ്, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ദ റീസൺ. നമ്മളിപ്പോൾ എത്ര വർഷമായി, 3-4 വർഷമായി, ബട്ട് ഐ ആം സ്റ്റിൽ ഏബിൾ ടു റിമെമ്പർ, കാരണം ഐ ജസ്റ്റ് ലവ് ദ ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മറക്കാണ്ട് ഇങ്ങനെ അടുത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾ മറക്കണം എന്നോ അല്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണം എന്നൊന്നുമില്ല. ഇഫ് യു സ്റ്റാർട്ട് സ്റ്റഡിയിങ്, ലൈക്ക് ഇഫ് യു enjoy your studies, definitely you will be able to do it much better. അപ്പോൾ ദാറ്റ്സ് വൈ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ മതി. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട, അത് പണി കിട്ടും. എങ്കിലും ശ്രമിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടാലോ അല്ലേ? ഫൈൻ. അപ്പോൾ എൻ്റെ കഥ അവിടെ നിൽക്കട്ടെ, ക്വസ്റ്റിൻ്റെ കഥ പറയാം. മാസ് എത്രയാണ്? 14.5 കിലോഗ്രാം അല്ലേ? ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ആംഗുലർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 revolution per second. അവിടെ നിൽക്കട്ടെ. ഏരിയ തന്നിട്ടുണ്ട് 0.065 സെൻറ്റിമീറ്റർ സ്ക്വയർ. അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കറിയേണ്ടത് ഇതാണ്, അതായത് വി ഡെഫിനറ്റ്ലി നീഡ് ടു ഫൈൻഡ് വൈ അല്ലേ? വൈ എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നമുക്ക് ഇലോങ്ങേഷൻ കാണാനുള്ള വഴി ΔL ആണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം FL/A ΔL. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കാണുന്നത് ΔL ആണ്. ΔL എന്ന് പറയുന്നത് FL/AY. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ്? ഇതിനകത്ത് വൈ അറിയണം. വൈ തന്നിട്ടുണ്ടോ? വൈ തന്നിട്ടില്ല, പക്ഷേ വൈ ഞാൻ നിങ്ങൾക്ക് തരാം. വൈൻ്റെ വാല്യൂ, ഇവിടെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻11 പാസ്കലാണ് കേട്ടോ, സ്റ്റീലിൻ്റെ വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ കിട്ടി. വൈ ഇപ്പോൾ ഞാൻ തന്നുകൊണ്ട് കിട്ടി. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 0.065 ആണ്. അത് ഇൻറ്റു 10⁻⁻4 ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലായി. അപ്പോൾ 0.065 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടി? ഏരിയയും കഴിഞ്ഞു. അപ്പോൾ ഏരിയയും കിട്ടി. ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ടോ? ലെങ്ത്ത് തന്നിട്ടുണ്ട്.
നമുക്ക് ആദ്യം കാണേണ്ടത് ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. സോ എങ്ങനെയാണ് ഫോഴ്സ് കാണുക? ശ്രദ്ധിച്ചേ, ഈ ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതിന് രണ്ട് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് കാരണം ദർ ഇസ് ആക്ടിങ് mg. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്തുണ്ട്, ഒരു ആംഗുലർ വെലോസിറ്റി കാരണം എന്തുണ്ട്, ഇതിന് പുറത്തേക്ക് തെറിച്ച് പോകാനൊരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് നോൺ ആസ് ml ഒമേഗ സ്ക്വയർ. ഓക്കെ ആണല്ലോ. എത്ര ലെങ്ത് ആണുള്ളത് അത്രയും സ്ട്രെസ് കൂടെ എന്ത് വരുന്നുണ്ട്, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി കാരണം വരുന്നുണ്ട്. സോ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg പ്ലസ് ml ഒമേഗ സ്ക്വയർ. mg പ്ലസ് ml ഒമേഗ സ്ക്വയർ. സോ ദാറ്റ് ഈസ് 14.5 അല്ലേ, 14.5 കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ. 14.5 കിലോഗ്രാം ഇൻറ്റു 9.8 പ്ലസ് വാട്ട് ഇസ് മാസ് അഗെയിൻ 14.5 ഇൻറ്റു 14.5 ഇൻറ്റു എൽ എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എത്രടാ? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ 2 ആണ്. സോ ഇറ്റ് ഈസ് 2 സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 200.1 ന്യൂട്ടൺ ആയിട്ട് കിട്ടും. ഓക്കെ. സോ ml ഒമേഗ സ്ക്വയർ വന്ന എങ്ങനെയാണ് പറഞ്ഞേ? ml ഒമേഗ സ്ക്വയർ വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് കറങ്ങുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് പുറത്തേക്ക് തെറിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കും. ശരിയാണല്ലോ. അതായത് അതിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന അതിൻ്റെ എനർജി. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് മുന്നേ 2 ദിവസം മുന്നേ റൊട്ടേഷണൽ കൈനറ്റിക്സ് കോമ്പി റൂമിൽ എടുത്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് വൈ ദിസ് ഇസ് ആക്ടിങ് ഹിയർ. ഓക്കെ ആണല്ലോ. യെസ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എക്സാക്ട് റീസൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോഴ്സും കിട്ടി. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാടാ? 200.1. ലെങ്ത് എത്രയാണ്? 1 അല്ലേ, 1 മീറ്റർ അല്ലേ. ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.065 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു വാട്ട് ഈസ് ദി യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എത്രയാണ്? ഞാൻ പറഞ്ഞു തന്നു അല്ലേ, 2 ഇൻറ്റു 10⁻11. യങ്സ് മോഡുലസ് ഒക്കെ അവർ തരേണ്ടതാണ്. ഇത് NCERT അല്ലേടാ. ഞാൻ NCERT ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താണ്, അതുകൊണ്ടാണെന്ന് വരാഞ്ഞ് ഞാൻ ബാക്കി ആഡ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ. സോ ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 1.539 ഇൻറ്റു 10⁻⁴ മീറ്റർ. ഓക്കെ ആണല്ലോ. അതിനടുത്ത് 1.539 അടുത്ത് നമുക്കുള്ള ഏതാള്ള 1.87 ഉണ്ട്. അപ്പോൾ അതെടുക്കാം. ഓക്കെ. എനിക്ക് കിട്ടിയപ്പോൾ 1.537 വന്നത്. യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് 1.87. നമുക്ക് ആബ്സല്യൂട്ട് എടുക്കണമെന്നില്ല. സർ ടെൻഷൻ എടുക്കണം. ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, പുറത്തേക്കുള്ള ഫോഴ്സ് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നത്, ടെൻഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഉള്ളിലേക്കാണ്. ദാറ്റ് വിൽ നോട്ട് കോസ് ആൻ എക്സ്റ്റൻഷൻ. മനസ്സിലായോടാ? ദാറ്റ് വിൽ നോട്ട് കോസ് ആൻ എക്സ്റ്റൻഷൻ. അപ്പോൾ പുറത്തേക്ക് ഏതാണുള്ളത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. കിട്ടിയോടാ? മനസ്സിലായോ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എല്ലാം പോയാലോ? പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോടാ? എനിക്കറിയില്ല. സാധാരണ ഫിസിക്സിൽ എല്ലാവർക്കും വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് തിയറി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തീരില്ല. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പേസിന് അങ്ങനെ പോവാണ്. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് എന്തായാലും ഒരു കരയ്ക്ക് അടുപ്പിക്കാം ഉടനെ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കാണാൻ പറഞ്ഞത്? ഇവിടെ പുതിയ ആൾക്കാരൊക്കെ കയറി വരാൻ തുടങ്ങി അല്ലേ? പേടിക്കേണ്ട മക്കളെ, നമുക്ക് ശരിയാക്കാം. കമ്പ്യൂട്ട് ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ. നമ്മളോട് കാണാൻ പഠിക്കുന്നത് ബൾക്ക് മോഡുലസ് എത്രയാണെന്നാണ്. ഇനീഷ്യൽ വോളിയം ഈസ് 100 ലിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വോളിയം V1 ഇസ് 100 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. അറിയാലോ, 100 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ ഫൈനൽ വോളിയം എത്രയാ? ഫൈനൽ വോളിയം ഈസ് 100.5. സോ ദിസ് ഇസ് 100.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അവർ പിന്നെന്താ വെച്ചിട്ടുള്ളത്? ദർ ഇസ് എൻ പ്രഷർ ഇൻക്രീസ്. ഡെൽറ്റ പി എത്രയാടാ? 100 ATM. സോ ദിസ് ഇസ് 100 ഇൻറ്റു ATMനെ പാസ്കലാക്കുന്ന എന്താ? 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ഓക്കെ, അപ്പോൾ V1 കിട്ടി, V2 കിട്ടി, ഡെൽറ്റ പി കിട്ടി. ടെൽ മീ വാട്ട് ഇസ് ബൾക്ക് മോഡുലസ് B ഈസ് ഈക്വൽ ടു? ബൾക്ക് മോഡുലസ് B ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ V ബൈ V. ഓർമ്മയുണ്ടോ? ഡെൽറ്റ V ബൈ V. V എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയമാണ്, V1 ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഡെൽറ്റ പി? ഡെൽറ്റ പി എന്ന് പറയുന്നത്, സോ ഓക്കെ, ഡെൽറ്റ പി നമ്മൾക്ക് കാണേണ്ടത് ഏതാണ്? നമുക്ക് കണ്ട് ബൾക്ക് മോഡുലസ് തന്നെയാണ്. സോ ഡെൽറ്റ പി എത്രയാണ്? 100 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഡെൽറ്റ വി? ഡെൽറ്റ വി കണ്ടുപിടിക്കണം. ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ വി എന്ന് പറയുന്നത് V2 മൈനസ് V1 ആണ്. സോ ദാറ്റ് ഈസ് 100.5 ഇൻറ്റു 10⁻³ മൈനസ് 100 ഇൻറ്റു 10⁻³ അതാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ എത്ര വരികടാ? അതിൻ്റെ വാല്യൂ എത്ര വരിക? 100. ഇത് 100.5 100 പോയാൽ 0.5 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്.
ഓക്കെ, അപ്പോൾ അവനെവിടെ പഠിച്ചോ. അപ്പോൾ എത്ര വരിക? 0.5 ഇൻറ്റു 10⁻³ ഇനി V1 നേരെ കയറി മുകളിലേക്ക് വരും അല്ലേ. സോ ഇൻറ്റു 100 ഇൻറ്റു 10⁻³ ഓക്കെ, അത് നേരെ മുകളിലേക്ക് വന്ന് ഇത് വന്നു. ഇത് കണ്ടുപിടിച്ചോ. ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ 1 ആണ്. ആകെ 1/0.5 എന്ന് പറഞ്ഞാൽ 1/1/2 മുകളിൽ 2. അപ്പോൾ ഇത് സംവെയർ ബിറ്റ്വീൻ 2 ഇൻറ്റു സംതിങ്. ഓക്കെ, 2 ഇൻറ്റു സംതിങ് ആണ് വരിക. ഞാൻ അത് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ആണെങ്കിൽ 2 ഉണ്ടെങ്കിൽ 2 കുത്തിയാൽ മതി. ആൻസർ ഇസ് 2 ഇൻറ്റു 10⁹ പാസ്കലാണ് വരുന്നത്. 2 ഇൻറ്റു 10⁹ പാസ്കൽ അല്ലെങ്കിൽ 2.026 ഇൻറ്റു 10⁻⁹ ആണ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വന്ന ആൻസർ കേട്ടോ. 2.026 ഇൻറ്റു 10⁻⁹ പാസ്കൽ. 2 ഇൻറ്റു 10⁻⁷ അല്ല 10⁻⁹ ആണല്ലോടാ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യൂ യാരി. പിന്നെന്താ ചോദിച്ചേ? സർ ഫിസിക്സിനും കെമിസ്ട്രിക്കും MCQ ചെയ്യാൻ ഏറ്റവും നല്ല ബുക്ക് ഏതാ? പ്ലീസ് റിപ്ലൈ. ഷുവർ. ഞാൻ യൂസ് ചെയ്ത ബുക്ക്സ് പറയാം. ഞാൻ ഫിസിക്സിന് യൂസ് ചെയ്ത ബുക്ക്, മൈ പ്രൈമറി ബുക്ക് വാസ് സെൻഗേജ്. 400 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ടൈം, സോ യു ക്യാൻ പ്രിഫറലി ഗോ വിത്ത് MTG പോവാം. അതുപോലെ തന്നെ പ്രദീപ്സിൻ്റെ ഒബ്ജക്റ്റീവ് ബുക്ക് ഉണ്ട്. പ്രദീപ്സിൻ്റെ ഒബ്ജക്റ്റീവ് ഫിസിക്സ് ഉണ്ട്, അതെടുക്കാം. അല്ലെങ്കിൽ അരിഹന്ത് എടുക്കാം. ദിസ് ഇസ് വാട്ട് ഐ പ്രിഫർ. My best preference will be Cengage, followed by Pradeep's, followed by MTG, Arihant. ഓക്കെ, അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ അതായത് നിങ്ങൾ റിപ്പീറ്റൊക്കെ ചെയ്യാൻ റെഡി ആവുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ സെൻഗേജ്. ദിസ് ഇസ് വർത്ത് ബൈ. നല്ല ബുക്കാണ്. അല്ല നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 മാസം ടൈമേ ഉള്ളൂ അല്ലേ. ഈ സമയത്തൊക്കെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ MTG. കാരണം പ്രദീപ് പറയാണ്ടിരിക്കാൻ കാരണം പ്രദീപ് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസാണ്. അത്യാവശ്യം ചെറിയൊരു ഡിഫിക്കൽട്ടിയുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് കുറച്ച് പേർക്ക് അത് എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടായിട്ടും ഒരു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഓക്കെ ആണല്ലോ. ഫൈൻ. പ്രദീപ് ഒബ്ജക്റ്റീവ് MTG. കമ്മിങ് ടു കെമിസ്ട്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രി ഐ തിങ്ക് MTG ഇറ്റ്സെൽഫ് ഇസ് ഫൈൻ. സെൻഗേജ് ഉണ്ട്. സെൻഗേജ് രണ്ടുണ്ട്. സെൻഗേജ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക് ഐ എവർ സോ. അങ്ങനെ ഫാക്കൽറ്റീസ് അതിനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ റീസൺ. ഐ തിങ്ക് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും പ്രിപ്പറേഷനും ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു മെയിൻ റെഫറൽ ബുക്ക് സെൻഗേജ്. ഐ ജസ്റ്റ് ലവ് സെൻഗേജ്. ഇറ്റ്സ് സോ ഗുഡ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നല്ല എന്ന് പറഞ്ഞാൽ വളരെ ബേസ് വളരെ ഫോഴ്സ് ഇക്വൽ ടു MA എന്നെടുത്ത് അവന്മാർ പുള്ളി വരെ നിങ്ങൾ എത്തിച്ചേരും. പുള്ളി ഉണ്ടല്ലോ ഇങ്ങനെ വരച്ച് കുറേ പുള്ളീസ്, അതടക്കം അവർ ചെയ്തുതരും. ഒരു JEE ലെവൽസിലേക്കൊക്കെ അവർ നിങ്ങൾ കൊണ്ടുപോകും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക് ഐ എവർ റെഡ്. അപ്പോൾ യു ക്യാൻ ഗോ വിത്ത് സെൻഗേജ്, യു ക്യാൻ ഗോ വിത്ത് MTG, ഈവൻ പ്രദീപ്സ് ഇസ് ഫൈൻ, ഈവൻ അരിഹന്ത് ഇസ് ഫൈൻ. ഓക്കെ, അപ്പോൾ അതെടുക്കാം. ഓക്കെ, ഇത് മതി. ക്വസ്റ്റ്യൻസ് ആണ് നല്ലത്. കൂടുതൽ തിയറിയും പഠിക്കില്ല. ഡെഫിനറ്റ്ലി സോനു ഇത് ഏറ്റവും നല്ലത്. എനിക്കും തോന്നിയിട്ടുണ്ട്. ബട്ട് കോമ്പീസേഷൻ ഈസ് മോർ ലൈക്ക് ഡിസ്കസിങ് തിയറി. രണ്ടും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ. കുഴപ്പമില്ല. ഓക്കെ, ഇത് ഫുൾ ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? അത്ര ടഫാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേടാ. ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഐ ഡെഫിനറ്റ്ലി സേ ദിസ് ഇസ് എ ടഫ് ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നും സാറ് പറയുന്നില്ലല്ലോ. ഓക്കെ, DC പാണ്ഡെ ഒബ്ജക്റ്റീവ്സ് നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ധൈര്യമായിട്ട് വായിക്കാം. DC പാണ്ഡെ നല്ല ബുക്കാണ്. ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. 2 ഇൻറ്റു 10⁹ കിട്ടുന്നുണ്ട് സാർ. ഗ്രേറ്റ്. സോ അതാണ് ആൻസർ കേട്ടോ. 2 ഇൻറ്റു 10⁹ ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റിപ്പോയിന്ന്. ഓക്കെ കിട്ടിയല്ലോ. ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യനിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മളൊരു എൻഡെത്തും. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ്, അത് നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയണേടാ. എനിക്ക് പേടിയാണ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം. ജസ്റ്റ് ടെൽ മീ വെദർ യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോനു തോമസ് സെൻഗേജ് എഫക്റ്റീവ് ആണ്. ഡെഫിനറ്റ്ലി സെൻഗേജ് ഇസ് മച്ച് ഇറ്റ്സ് എ ഗോൾഡൻ ബുക്ക്. ഐ ജസ്റ്റ് ലവ് സെൻഗേജ്. ഓക്കെ, പോട്ടെ. സെൻഗേജ് ഇസ് എഫക്റ്റീവ് ആണ്. ഗ്രേറ്റ്. സോ എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് എ ഡെപ്ത് വേർ പ്രഷർ ഇസ് 80 atmosphere given that its density at the surface is 1.03 into 10⁻³ kilogram. അപ്പോൾ നമുക്കറിയാം ഇത് അതായത് താഴത്തേക്ക്, അതായത് എന്താ പറയുക, നമ്മുടെ വെള്ളമെടുത്ത് താഴത്തേക്ക് പോകുന്നതോറും വാട്ട് ഹാപ്പൻസ്, അതിൻ്റെ ഡെൻസിറ്റി കൂടി വരും. ഓക്കെ ആണല്ലോ, ഡെൻസിറ്റി കൂടി വരും. അങ്ങനെയാണെങ്കിൽ താഴെ എത്തുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമ്മുടെ ഒരു ഇതിന് വേണ്ടി ഒരു സിലിണ്ടർ പോലെ ഞാൻ എടുക്കുകയാണ്. ഒരു ചെറിയൊരു ബൗൾ പോലെ എടുക്കുകയാണ്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മുടെ സർഫേസ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ക്വസ്റ്റ്യൻ വളരെ ചെറുതാണ്, പക്ഷേ മക്കളെ ദിസ് തിങ് ഇസ് ഹിലേറിയസ്. ഞാൻ കുറേ നേരം ആലോചിച്ചു ഹൗ ടു ഗെറ്റ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണ്? നമുക്കെടുക്കാം ഒരു ഡെപ്ത്ത്, ഇത് സർഫേസ് ആണെങ്കിൽ അത് H ഡിസ്റ്റൻസ് മാറി ഈ ഭാഗത്തുള്ള വെള്ളം. ഓക്കെ,
ഈ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയാണ് കാണേണ്ടത്. അതൊരു h ഡിസ്റ്റൻസ് താഴെ ഒരു ഡെപ്തിലാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്തെ പ്രഷർ പി എന്ന് പറയുന്നത് എത്രയാണ്? ആ പ്രഷർ എത്രയാണ്? 80 അറ്റ്മോസ്ഫിയർ ആണ്. ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 80 ATM ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതാണ് 80 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. അതാണ് അവിടുത്തെ പ്രഷർ. ഈ ഏരിയയിലെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാടാ? 80 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. ഇനി വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഇൻ ദ സർഫസ്? അതിനെ ഞാൻ ρ1 എന്ന് വിളിക്കുകയാണ്. റോ എന്ന് പറയുന്നതാണ് നമ്മൾ ഡെൻസിറ്റി കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം. സോ ρ1 എത്രയാണ് തന്നിട്ടുണ്ട്? 1.03 ഇൻറ്റു 10⁵ കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ρ1 കിട്ടി. ഞാൻ തൽക്കാലം എടുക്കുകയാണ്. ലെറ്റ് ρ2 ബി ദ ഡെൻസിറ്റി അറ്റ് ഹൈറ്റ് h. ഓക്കെ, അതായത് ഹൈറ്റ് എച്ചിലുള്ളതിൻ്റെ ഡെൻസിറ്റി ρ2 ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ മോളിൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് വോളിയം ഓഫ് വാട്ടർ, കുറച്ച് വെള്ളം എടുത്ത് അത് നമ്മൾ മുകളിലും താഴെയായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ മുകളിൽ ഉള്ള ഒരു ബബിൾ വാട്ടറിന് എൻ്റെ കയ്യിൽ. ഓക്കെ, മുകളിലുള്ള അതിൻ്റെ വോളിയം V1 ആയിട്ടും ഇതേ സാധനം ഞാൻ താഴെ കൊണ്ടുവരികയാണ്. ഓക്കെ, താഴെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഉള്ളതിൻ്റെ വോളിയം ഞാൻ V2 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വോളിയം ഉണ്ട്. സോ V1 എന്ന് പറയുന്നത് സർഫസിലുള്ള വോളിയാണ്. V1 എന്ന് പറയുന്നത് എന്താടാ? അതിൻ്റെ സർഫസിലുള്ള വോളിയാണ്. V2 എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത്, ഒരു ഡെപ്ത് ഉണ്ടാവല്ലോ, ഒരു താഴ്ത്തിക്കല്ലേ പോകുന്നത്, അവിടുത്തെ വോളിയാണ് എന്ത്? V2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എത്ര വോളിയം ചേഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഷ്രിങ്ക് ചെയ്യുള്ളൂ, കാരണം പ്രഷർ കൂടുകയാണ്. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി V1 മൈനസ് V2. ഓക്കെ, നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെർഫോർ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ. ഇവിടെ അപ്പോൾ എന്ത് പറ്റും? m ബൈ ρ1 മൈനസ് m ബൈ ρ2. എങ്ങനെയാടാ മാസ് സെയിം ആയ? കാരണം നമ്മൾ ഒരേ മാസാണ് താഴത്തേക്ക് മുകളിലേക്കും കൊണ്ടുപോകുന്നത്. മാസ് ഡസൻറ്റ് ചേഞ്ച് വിത്ത് ഗ്രാവിറ്റി, പ്രഷർ ഓർ എനിത്തിങ്. മാസ് ഇസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി യൂണിവേഴ്സ്. നീ എങ്ങോട്ട് എടുത്താലും അൺടിൽ ദാറ്റ് സബ്സ്റ്റൻസ് ഇസ് ഡിസ്ട്രോയിഡ് ഓർ ഇസ് കട്ട് ഇൻ ടു ഹാഫ്, അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാസ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് മാസ് പുറത്തേക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് 1 ബൈ ρ1 മൈനസ് 1 by ρ1 minus 1 by ρ2. So that is 1 by ρ1 minus 1 by ρ2. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഇസ് ദ സ്ട്രെയിൻ. ഇപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ഒരു പ്രഷർ കാരണം ഒരു വോളിയം സ്ട്രെയിൻ ഉണ്ടാവും. ഐ എം റൈറ്റ്? ഒരു വോളിയം സ്ട്രെയിൻ ഉണ്ടാവും. ആൻഡ് വാട്ട് ഈസ് ദറ്റ് വോളിയം സ്ട്രെയിൻ? ആ വോളിയം സ്ട്രെയിൻ എത്രയാണ്? വോളിയം സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ V1. ശരിയാണല്ലോ, ഡെൽറ്റ വി ബൈ V1. സോ വാട്ട് ഇസ് ഇറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി നമുക്കറിയാം 1 by ρ1 മൈനസ് 1 ബൈ ρ2 ഡിവൈഡഡ് ബൈ, ഇവിടെ വോളിയം എന്ന് പറയുമ്പോൾ എത്രയാ? m ബൈ ρ1. ശരിയാണല്ലോ. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ m ബൈ ρ1 മോളിക്ക് വരുമ്പോൾ ρ1 ബൈ m ആവും. സോ ഇതിനെ വൃത്തിക്കൊന്ന് എഴുതുകയാണെങ്കിൽ m ഇൻറ്റു 1 ബൈ ρ1 മൈനസ് 1 ബൈ ρ2 ഇൻറ്റു ρ1 ബൈ m. ശരിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എമ്മും വെട്ടിപ്പോയി. ഈ ρ1 എന്ത് ചെയ്യാണ്? ഞാൻ ഉള്ളിലേക്ക് അങ്ങ് മൾട്ടിപ്ലൈ ആണ്. സോ ദിസ് ഇസ് ρ1 ബൈ ρ1 minus 1 by ρ1 by ρ2. So this is nothing but 1 minus ρ1 by ρ2. This is nothing but 1 minus ρ1 by ρ2. കിട്ടിയോടാ? This is 1 minus ρ1 by റോ2. ഓക്കെ ആണല്ലോ. സോ നമുക്ക് കിട്ടി ഡെൽറ്റ വി ബൈ V1. അതാണോ നമ്മൾ കണ്ടുപിടിച്ചത്? അതെ, യെസ്. ഡെൽറ്റ വി ബൈ V1 എന്ന് പറയുന്നത് എത്രയാടാ? 1 മൈനസ് ρ1 ബൈ റോ2. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. കിടക്കട്ടെ. ഇനി എന്താണ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് എന്നാണ് നമ്മൾക്ക് ഈ വെള്ളത്തിലിടുന്ന കേസിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് ബൾക്ക് മോഡുലസ്. കാരണം ദർ ഇസ് പ്രഷർ കാരണം ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് നമ്മൾ ബൾക്ക് മോഡുലസ് എന്നാണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് പി ബൈ ഡെൽറ്റ വി ബൈ V1. സോ ദിസ് ഇസ് PV1 ബൈ ഡെൽറ്റ വി. ദിസ് ഇസ് PV1 ബൈ ഡെൽറ്റ വി. അല്ലെങ്കിൽ എന്ത് പറയാം? ഡെൽറ്റ വി ബൈ V1 എന്ന് പറയുന്നത് എത്രയാ? പി ബൈ വി. ശരിയാണോ? ഡെൽറ്റ വി ബൈ V1 എന്ന് പറയുന്നത്, കാരണം ഇതിനങ്ങ് എടുക്കുക, ഇപ്പുറത്തേക്കാക്കുക, ബീനെ താഴത്തേക്ക് കൊണ്ടുവരിക. സോ ഡെൽറ്റ വി ബൈ V1 എന്ന് പറയുന്നത് പി ബൈ വി ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് വാട്ട് ഇസ്, സോ അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 ബൈ ബി. സംശയം ഉണ്ടോ? പി ഇൻറ്റു 1 ബൈ ബി. ആൻഡ് മക്കളെ, വാട്ട് ഈസ് 1 ബൈ ബി? 1 ബൈ ബി എന്താ? നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നപ്പോൾ സാറുമാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ദിസ് ഇസ് കംപ്രസിബിലിറ്റി ഓഫ് വാട്ടർ. കംപ്രസിബിലിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഇസ് കംപ്രസിബിലിറ്റി. ആൻഡ് വാട്ട് ഈസ് ദിസ് വാല്യൂ? ഇത് 45.8 ഇൻറ്റു 10⁻⁻11 പാസ്കൽ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ അല്ല, എക്സാമിന് തരേണ്ട വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദിസ്? ഡെൽറ്റ വി ബൈ V1 ഇസ് ഈക്വൽ ടു,
പ്രഷർ അറിയണം. പ്രഷർ എത്രയാടാ? ഓക്കെ ദാറ്റ് പോട്ടെ. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ അറിയണം. പ്രഷർ ഇവിടെ എത്ര തന്നിട്ടുണ്ടായിരുന്നു? മോള് പോട്ടെ. 80 × 1.01 × 10⁵. 80 × 1.013 × 10⁵. 1/b വാല്യൂ ഇവിടെ എഴുതി. 45.8 × 10⁻11. സോ 45.8 × 10⁻11. ഇതെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ദ ആൻസർ വിൽ ബി 3.71 × 10⁻3. യൂണിറ്റ് ഇല്ല, വോളിയം ബൈ വോളിയം. ഇറ്റ്സ് എ ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ വി ബൈ V1 വാല്യൂ കിട്ടി. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഡെൽറ്റ വി ബൈ V1 എന്ന് പറയുന്നത് 1 - ρ1/ρ2 കൂടെയാണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 1 - ρ1/ρ2 എന്ന് പറയുന്നതും ആരാണ്? ഇവനാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3.71 × 10⁻3. 1 - ρ1/ρ2 is equal to 3.71 × 10⁻3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ρ2 ആണ്. മറന്നു പോയിട്ടില്ലല്ലോ അവിടെ. താഴത്തെ ഡെൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയല്ലോ. സോ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചേ. ρ1/ρ2 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. 3.71 കിട്ടെടുക്കാം. അപ്പോൾ 1 - 3.71 × 10⁻3 is equal to ρ1/ρ2. അഥവാ ρ2 is equal to ρ1/1 - 3.71 × 10⁻3. ρ1 വാല്യൂ എത്രയാ? എല്ലാം മറന്നുപോയോ കുട്ടികളെ? ρ1 is 1.03 × 10⁻3. 1.03 × 10⁻3 divided by 1 - 3.71 × 10⁻3. ഓക്കെ ആണോ? ഓക്കെ. സോ വാട്ട് ഈസ് ദ ആൻസർ? ഇതിന് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1.034 × 10⁻3 കിലോഗ്രാം per meter cube. 1.034 × 10⁻3 kilogram per meter cube. Okay. So ആൻസർ ഇസ് 1.034. കണ്ടോ, ഇവിടെ 1.03 ആണ്. ആകെ ഒരു 0.04 കൂടുന്നുള്ളൂ. ഓക്കെ. സോ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഇപ്പോൾ പ്രഷർ ഒരു 100 ATM താഴേക്ക് ആണെങ്കിലേ 1.03 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ദിസ് തിങ് വിൽ ബി ഒരു 1.03 കൂടെ ഒരു 0.5 0.3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവരും മനഃപൂർവ്വം അങ്ങനെ ഒരു ഓപ്ഷൻ തന്നു. ഒരിക്കലും അത് 2 ഉം 3ലേക്കൊന്നും പോവില്ല. മനസ്സിലായോ? ഞാനാണെങ്കിൽ 1.034 അങ്ങ് കുത്തും ഒരു വഴിയില്ലെങ്കിൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് നോട്ട് എ JEE നീറ്റ് ക്വസ്റ്റ്യൻ എനിവേസ്. ദിസ് വോണ്ട് ബി എ നീറ്റ് ക്വസ്റ്റ്യൻ എനിവേസ്. ദിസ് കംസ് വിത്തിൻ ഒരു JEE മെയിൻസോ അല്ലെങ്കിൽ JEE അഡ്വാൻസിലോ ഒരു ഈസി ക്വസ്റ്റ്യൻ. JEE അഡ്വാൻസിലോ ഒരു ഈസി ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ. ഐ തിങ്ക് ദിസ് ഹാവ് ബീൻ വൺസ് ആസ്ക്ഡ് ഇൻ JEE മെയിൻസ്. ഞാൻ എവിടെയോ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിത് കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ JEE മെയിൻസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടു, നമ്മൾ പഠിച്ചു. മക്കളെ പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലായോ? ബിക്കോസ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്വസ്റ്റ്യൻ ദിസ് ഡെഫിനറ്റ്ലി മീൻസ് യു ആർ തറോ വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് സോളിഡ്സ്. ഇതിനൊരു റിപ്ലൈ എനിക്ക് തരണേ. നിങ്ങൾ എല്ലാവരും തരണം ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. 1.029 മതിയടാ. ഡോക്ടർ സോനു കിട്ടി. പക്ഷേ 1.03 താഴെ പോരുതേ, ഇത് കൂടെ വേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. താങ്ക്സ് ഫോർ MTG ഫിംഗർ ടിപ്സ് ഓർ MTG നീറ്റ് ഗൈഡ്. വിച്ച് വൺ ഇസ് ബെറ്റർ ഫോർ ഫിസിക്സ് ആൻഡ് കെം? ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ ഫിംഗർ ടിപ്സ്. അതാണ് കുറച്ചുകൂടെ നല്ലത് തോന്നുന്നുണ്ട് കേട്ടോ. അതിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ എനിക്ക് എനിക്ക് ഓർമ്മയില്ലടാ. ബട്ട് MTG ടെക്സ്റ്റ് ബുക്സിൽ ചാപ്റ്റർ വൈസ്, അതായത് ഒരു ചാപ്റ്റർ അതിൻ്റെ പ്രീവിയസ് ഇയർ, അടുത്ത ചാപ്റ്റർ അതിൻ്റെ പ്രീവിയസ് ഇയർ, ആ ചാപ്റ്ററിൽ തന്നെ എന്തുണ്ട് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് ഇപ്പോൾ സോളിഡ്സ് ആണെങ്കിൽ എന്താണ് ആദ്യം പ്രഷർ, പിന്നെ സ്ട്രെസ്, പിന്നെ സ്ട്രെയിൻ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ? റൈറ്റ്. സർ, എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഹൈറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്? സോ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു മോളിക്കുലർ മെക്കാനിസം മാറും. അതായത് പ്രഷർ വരുന്ന സമയത്ത് ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾസ് എത്ര അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഗ്രോസ് ആയിട്ടുള്ള ടേമാണ് ഡെൻസിറ്റി. അപ്പോൾ മോളിക്യൂൾസ് അടുത്തടുത്ത് നല്ല അടുത്തിരിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ആലോചിച്ചേ, നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 4 സൈഡിൽ നിന്നും പ്രഷർ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഈ മോളിക്യൂൾസിന് അടുത്തോട്ട് വരാൻ തോന്നും. അപ്പോൾ ഒരു ഡെപ്തിൽ പോകുമ്പോൾ ഈ മുകളിലുള്ള വാട്ടർ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കാരണം എന്ത് ചെയ്യും? ഇവർ അടുത്തടുത്തേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് പോലെ. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ മോളിക്യൂൾസ് അടുത്ത് വന്നാൽ ഒരു യൂണിറ്റ് ഏരിയ, ഇപ്പോൾ നേരത്തെ ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒറ്റ മോളിക്യൂൾ ആണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് ഏരിയയിൽ 2 മോളിക്യൂളായി. അതായത്
കൂടുതൽ പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്തു, മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നു. അപ്പോൾ എന്ത് പറ്റി, അതിൻ്റെ ഡെൻസിറ്റി കൂടി. അങ്ങനെയാണ് ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ എന്ത് വരുന്നത്, ഡെൻസിറ്റി കുറയുന്നത്. പക്ഷേ ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ റിലീവ് ആവും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ പോകും. അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നോക്കി ഒരു മെറ്റീരിയൽ പോലും ഇല്ലാണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഡെൻസിറ്റി കുറയും. കിട്ടിയോ, മനസ്സിലായോ? ഗ്രേറ്റ്. അപ്പോൾ ദിയായിരുന്നു ഡൗട്ട് വെച്ച്. ദിയ മനസ്സിലായെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ, മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഐ ജസ്റ്റ് എൻജോയ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രേറ്റ്. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Compute the fractional change in volume of glass slab when subjected to a hydraulic pressure of 10 atm. അപ്പോൾ ഇവിടെ എന്താ പറ്റിയിട്ടുള്ളത്, ഇവിടെ ഒരു ഹൈഡ്രോളിക് പ്രഷർ ഉണ്ട്. ഹിയർ പി ഈസ് ഈക്വൽ ടു 10 atm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ഓക്കെ ആണല്ലോ, ഇത്രയും പാസ്കൽ പ്രഷർ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ബൾക്ക് മോഡുലസ് എന്തായാലും വേണം. ബൾക്ക് മോഡുലസ് ഞാൻ തരാം. 37 ഇൻറ്റു 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് ഗ്ലാസിൻ്റെ ബൾക്ക് മോഡുലസ്. ഓക്കെ ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എവിടെ കേട്ടാലും മക്കളെ എഴുതിക്കോ, ദാറ്റ് ഇസ് ഡെൽറ്റ വി ബൈ വി. എന്താണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം? കൂടെ പറഞ്ഞ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഈസ് ഡെൽറ്റ വി ബൈ വി. സോ വാട്ട് ഇസ് ഇറ്റ്? നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് പി ബൈ ഡെൽറ്റ വി ബൈ വി ആണ്. ക്വസ്റ്റ്യൻ ബിക്കം സിമ്പിൾ അല്ലേ. സോ ഡെൽറ്റ വി ബൈ വി എത്രടാ? പി ബൈ ബി ആണ്. സോ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് എത്രയാടാ? പി ബൈ ബി ആണ്. ഓക്കെ, ഫൈൻ, മനസ്സിലായോ? സോ ദാറ്റ് ഇസ് പി ബൈ ബി. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് ഈസ് പ്രഷർ ഹിയർ? പ്രഷർ എന്ന് പറയുന്നത് 10 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ബി? ബി ഈസ് 37 ഇൻറ്റു 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ 10 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ ബൈ 37 ഇൻറ്റു 10⁹. ഇതങ്ങ് സോൾവ് ചെയ്യുക. ദിസ് ഇസ് 2.73 ഇൻറ്റു 10⁻⁻5. ഓക്കെ ആണല്ലോ. ആൻസർ തന്നിട്ടില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. സോനു, പാസ്കൽ ജസ്റ്റ് 10⁵ എടുത്താൽ കുഴപ്പമുണ്ടോ? ഇല്ലടാ, കുഴപ്പമില്ല. ദാറ്റ്സ് 1.01 ഇസ് അപ്രോക്സിമേറ്റ്ലി 1. യു ക്യാൻ ടേക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി. ദാറ്റ് ഇസ് ഓക്കെ. അതായത് നമ്മുടെ ഓപ്ഷൻസിൽ വലിയ വ്യത്യാസമുള്ള ഓപ്ഷൻ, അതായത് ഒന്ന് 1.05, അടുത്തത് 2.5, അടുത്തത് 7 ഒക്കെ ആണെങ്കിൽ there is a considerable change between all those values. So you can definitely go for that close values, no issues. Great. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The volume contraction of a solid copper cube. Again cube ആണ്. ഓക്കെ, ഒരു ക്യൂബ് ഉണ്ട് അല്ലേ, വാട്ട് ഈസ് ഹാപ്പനിങ്? 10 സെൻറ്റിമീറ്റർ ആണ് എഡ്ജ്. ഇതിനൊരു ഹൈഡ്രോളിക് പ്രഷർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഒരു ഹൈഡ്രോളിക് പ്രഷർ നമ്മൾ ഈ പണ്ടൊക്കെ റീൽസിൽ ട്രെൻഡിങ് ആണ്. ഈ നമ്മുടെ നോക്കിയ മൊബൈലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവന്മാരൊരു പ്രഷർ വെച്ച് പൊട്ടിക്കുമ്പോൾ ഈ പ്രഷർ വളഞ്ഞു പോകുന്നൊരു ഇതാണ്. അതേപോലെ നമ്മൾ ഇതിന് മുകളിൽ ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുകയാണ്. പ്രഷർ കൊടുക്കുന്നത് 7 ഇൻറ്റു 10⁶ പാസ്കലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എത്ര ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻². or 0.1 meter. So length is 0.1 meter. And what is hydraulic pressure? P is equal to 7 into 10⁶ Pascal. Direct തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ നമ്മളെ പറ്റിച്ചിട്ടില്ല. വാട്ട് ഇസ് ബൾക്ക് മോഡുലസ്? അത് ഇവിടെ തന്നിട്ടുണ്ട്. നല്ല പിള്ളേരാണ്. 140 into 10⁹ Pascal. കിട്ടിയോ? ഫൈൻ. നമുക്കറിയുന്ന ഇക്വേഷൻ എഴുതിക്കോ. B is equal to P by delta V by V. നമുക്ക് കാണേണ്ടത് എന്താണ്? ഡെൽറ്റ വി ബൈ വി. ഓക്കെ, സോ ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം, വി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം. ഇതിനെന്താ പറയുക? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്ന പേരാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഈ ആരാളാ? പി ബൈ ബി ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം. നമ്മളോട് ഇവിടെ വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ല ചോദിച്ചത്, ഡെൽറ്റ വി എത്രയെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡെൽറ്റ വി എത്രയാ? നമുക്കറിയാം ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് പി ബൈ ബി ആണ്. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് പി വി ബൈ ബി ആണ്. ശരിയാണല്ലോ, പി വി ബൈ ബി ആണ്. സോ പ്രഷർ എത്രയാ? 7 into 10⁻⁶. ഇനി വോളിയം ഓഫ് ക്യൂബ് എത്രയാടാ? എഡ്ജ് ഇൻറ്റു എഡ്ജ്. എ ക്യൂബ് ആണ് അല്ലേ, അതായത് 0.1 the
whole cube divided by what is bulk modulus 140 into 10 raised to 9. 140 into 10 raised to 9. ഇതങ്ങ് സോൾവ് ചെയ്യുക. ഇതങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. ആൻസർ ഇസ് 5 into 10 raised to -8 meter cube. ഓക്കെ, 5 into ഓക്കെ ആൻസർ ഇതാണ്. ബട്ട് അവർ 10 raised to -2 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഇൻറ്റു 5 into 10 raised to -8 സെൻറ്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 10 raised to 2 ആണല്ലേ? മീറ്റർ ക്യൂബ് ആയിട്ട് 10 raised to 2 whole raised to 3. 10 raised to 2 whole raised to 3 ചെയ്യുമ്പോഴേ അത് സെൻറ്റിമീറ്റർ ക്യൂബ് ആവുള്ളൂ. മീറ്റർ സെൻറ്റിമീറ്റർ ആക്കാൻ 10 raised to t. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. അത് കിട്ടാൻ എന്ത് ചെയ്യണം? 10 raised to 2 into 10 raised to 2 into 10 raised to 2. 10 raised to 2 raised to 3, 10 raised to 6. So this is 5 into 10 raised to 6 centimeter cube. Answer is 6. 10 raised to -2. 8 minus 6. 8 minus 8 plus 6. 10 raised to 2. Okay ആണല്ലോ? ഫൈൻ. 5 into 10 raised to കറക്റ്റ് ആടാ. 5 into 10 raised to -8 അത് തന്നെയാണ് കേട്ടോ ആൻസർ. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയടാ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഷുഡ് ദ പ്രഷർ ഓൺ എ ലിറ്റർ ഓഫ് വാട്ടർ ബി ചേഞ്ച്ഡ് to compress it by 0.1%. Question is straightforward. Question is easy. 1 ലിറ്റർ വെള്ളം 0.1% വോളിയം കുറയ്ക്കണമെങ്കിൽ 0.1% പറഞ്ഞാൽ 10 ml ആണ്. ശരിയാണല്ലോ? കാരണം 1000 ml ആണ് 1 ലിറ്റർ. 1% എന്ന് പറയുന്നത് 100 ml ആണ്. അപ്പോൾ 0.1 എന്ന് പറയുന്നത് 10 ml ആണ്. അതായത് 1000 ml ഉള്ള വെള്ളം 990 ml ആക്കണമെങ്കിൽ അതാണ് ചോദ്യം. നീ എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം? ഞാൻ പറഞ്ഞു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ കംപ്രഷൻ വോളിയം. എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം? നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഫ്രാക്ഷണൽ ചേഞ്ച് ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ചേഞ്ച്? അത് ഇവിടെ തന്നിട്ടുണ്ട് 0.9%. പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ ബൈ 100 ചെയ്യും, പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യും. സോ 0.1/100 എന്ന് പറയുമ്പോൾ എത്ര വരിക? സോ ദിസ് ഇസ് 10 raised to -1. ഇത് 10 raised to 2 വരുമ്പോൾ 10 raised to -2 ആവും. 10 raised to -3 ആണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം. നമുക്കറിയാം ബൾക്ക് മോഡുലസ് ബി ഇസ് ഈക്വൽ ടു പി ബൈ ഡെൽറ്റ വി ബൈ വി. നമുക്ക് കാണേണ്ടത് പ്രഷറാണ്. സോ പ്രഷർ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി. ബി എത്രയാണ്? ബി എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 2.2 ഇൻറ്റു 10 raised to 9 ഇൻറ്റു 10 raised to -3. ശരിയാണല്ലോ? ശരിയാണല്ലോ? സോ ദിസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2.2 ഇൻറ്റു 10 raised to 9 - 3 6 പാസ്കൽ. സോ 2.2 ഇൻറ്റു 10 raised to 6 ന്യൂട്ടൺ മീറ്റർ raised to -2 അല്ലെങ്കിൽ പാസ്കൽ. ആൻസർ ഇസ് 2. ഓക്കെ ആണല്ലോ? കിട്ടിയോടാ? ആൻസർ ഇസ് ഓപ്ഷൻ 2. കറക്റ്റ് ആടാ? കറക്റ്റ് ആണ്. യാർ ഈസ് സെറ്റ് ഓപ്ഷൻ 2. 2.2 ഇൻറ്റു 10 raised to 6. ദിയ റൈറ്റ് ആൻസർ. ജോസ്ന റൈറ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ റോക്കി ബായ് എവിടെ പോയി? റോക്കി ബായ് നൈസായിട്ട് മുങ്ങിയോടാ. കാരണം അവനൊക്കെ അത്യാവശ്യം റിപ്ലൈ ചെയ്യുന്ന ആളാണല്ലോ. റോക്കി ബായ് തീയിടാൻ മാത്രമേ വരുള്ളൂ. റോക്കി ബായ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോടാ, കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെയല്ലേ നമുക്കൊന്ന് ഇതാക്കാൻ പറ്റാം. ഗ്രേറ്റ്. ഓക്കെ, സോനു സെറ്റ് 2.2. കറക്റ്റ് ആടാ സോനു? കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു സെഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. മേ ബി റിപ്പീറ്റേഴ്സ് ഒക്കെ എടുക്കും, പക്ഷേ റിപ്പീറ്റേഴ്സിലും ഇത്ര ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇത് കഴിയും തോറും ഇങ്ങനെ കയറി വരും. എങ്ങോട്ട് പോകുന്നൊരു പിടുത്തമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ആഹാ, എന്താ ക്വസ്റ്റ്യൻ! കാണുമ്പോൾ തന്നെ പേടിയായില്ല. ഇട്ടിച്ച് പോകാൻ നോക്കുന്നില്ലേ? നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, ആൻവിൽസ് ആർ മെയ്ഡ് ഓഫ് സിംഗിൾ ക്രിസ്റ്റൽസ് ഓഫ് ഡയമണ്ട് വിത്ത് ദ ഷേപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ. They are used to investigate the behavior of metals under very high pressure. Flat faces at the narrow end of the anvil have a diameter of 0.5 mm and the wide ends are subject to a compressional force of 50,000 Newton. What is the pressure at the tip of anvil? Okay, anvil എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ. ഇതെന്താ ചെയ്യുക? നമ്മൾ ഈ മെറ്റൽസിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് എത്ര സ്ട്രെങ്ത് ഉണ്ട് ഒരു മെറ്റൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് ഏതാ ലോകത്തെ? ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി യുവർ ഡയമണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇവർ ആ ഡയമണ്ട് വെച്ചിട്ട് ഈ മെറ്റൽസിനെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ പ്രഷർ കൊടുക്കും. എന്നിട്ട് ഇവർ പൊട്ടുന്ന കാര്യം, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റിയർ സ്ട്രെങ്ത്, ഷിയർ ഫോഴ്സസ്, അല്ലെങ്കിൽ എത്ര ടെൻസൈൽ സ്ട്രെങ്ത്, നമ്മൾ അതൊക്കെ അസസ് ചെയ്യും. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്?
നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ 50,000 ന്യൂട്ടൺ പ്രഷർ കൊടുക്കുകയാണ്. അവർ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ ടിപ്പിൽ എത്ര പ്രഷർ ഉണ്ടാവും? അപ്പോൾ കുട്ടികൾ വിചാരിക്കും അതേ പ്രഷർ തന്നെയല്ലേ ഇവിടെ വരിക. ആണോ, നമുക്ക് ഫിസിക്സിലെ രീതിയിലൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ എത്ര പ്രഷർ വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നാരോ എൻഡിലുള്ള ഡയമീറ്റർ എത്ര? 0.5 mm. D is equal to 0.5 mm. ഇതിനൊന്ന് മീറ്റർ ആക്കിയേ. 0.5 into 10⁻³ മീറ്റർ. സോ നാരോ മീറ്ററിന് 0.5 into 10⁻³ മീറ്റർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ് പറഞ്ഞേടാ? D/2 is equal to 0.5ൻ്റെ പകുതി എത്രയാ? 0.25 into 10⁻³ മീറ്റർ. സോ റേഡിയസ് എന്ന് പറഞ്ഞത് 0.25 into 10⁻³ മീറ്റർ ആണ് കേട്ടോ. ആൻഡ് വാട്ട് ഈസ് എ ഫോഴ്സ് ആക്ടിങ്? ഫോഴ്സ് ആക്ടിങ് എത്രയാ? ഫോഴ്സ് ആക്ടിങ് എത്രയാ? ഫോഴ്സ് ഇസ് 50,000 ന്യൂട്ടൺ. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ നമുക്ക് ആരെ അറിയേണ്ടത്? വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ദ ടിപ്പ് ഓഫ് ആനൽ. സോ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ ആണല്ലോ. ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിവിടെ കണ്ട എത്രയാ? ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 50,000. ഏരിയ എന്ന് പറയുന്നത് πr² അല്ലേ? പൈ ഇൻറ്റു ആർ എത്രയാ? 0.25 into 10⁻³ ഹോൾ സ്ക്വയർ. ഇതങ്ങ് സോൾവ് ചെയ്താൽ യുവർ ആൻസർ ഇസ് 2.55 into 10⁻11 പാസ്കൽ കേട്ടോ. ഇതാണ് നിങ്ങളുടെ പ്രഷർ. ഓക്കെ, സോ നിങ്ങളോട് ചോദിച്ചു വാട്ട് ഈസ് ദ പ്രഷർ ആണ്, ആൻഡ് ദിസ് ഇസ് ദി പ്രഷർ. ഓക്കെ, ഞാൻ നേരത്തെ താഴത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സ് അത് തന്നെയാണ് മക്കളെ, പ്രഷറാണ് വ്യത്യാസം. 2.55 into 10�11 പാസ്കൽ. ഇത് കണ്ടോ, ക്വസ്റ്റ്യൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ ഭയങ്കര പുലി പോലെ വന്ന ക്വസ്റ്റ്യൻ അല്ലേ? തൊട്ട് മുന്നേ ഒരൊറ്റ ലൈൻ ഉണ്ടായിരുന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ 15 മിനിറ്റാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഇവൻ ഇത്രയും വലിയ ക്വസ്റ്റ്യനാണ്, പക്ഷേ ആൾ ഭയങ്കര പാവമാണ്. ആൻസർ ഇസ് 2.5 into 10�11 പാസ്കൽ. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. അപ്പോൾ സോന് നമ്മളോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, MBBS ലൈഫിനെ പറ്റി പറയാമോ? MBBS ലൈഫ് ആക്ച്വലി ഐ എം എൻജോയിങ് ദ ലൈഫ്. കാരണം മെയിൻ തിങ് നമുക്ക് ഒരു സ്ട്രെസ് ഇല്ല. സ്ട്രെസ് ആസ് എ ഡോക്ടർ ഉണ്ട്, പക്ഷേ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത്ര മാർക്ക് വേണം നമുക്ക് ഈ ജോലി, അതായത് എപ്പോഴും മാർക്കിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലോകം എന്നൊക്കെ പറയുന്ന പോലെ. യു ഹാവ് ടു മെയിൻറ്റെയിൻ എ CGPA ഓൾവേസ് ഇൻ യുവർ എഞ്ചിനീയറിംഗ്. പക്ഷേ MBBS ആണെങ്കിൽ ദ ഗുഡ് തിങ് ഇസ് അങ്ങനെയല്ല. ഇഫ് യു പാസ് യുവർ എ ഡോക്ടർ, ആരും ചോദിച്ചിട്ടുണ്ടോ നീ എത്ര മാർക്ക് വാങ്ങിയിട്ടാണ് ഡോക്ടറായി? ഇല്ല. ഡോക്ടർ ഇസ് അബൌട്ട് നോളജ്, ആൻഡ് ഡോക്ടർ ആവണമെങ്കിൽ യൂണിയുടെ മിനിമം നോളജ് അതുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. ആൻഡ് മെയിൻ തിങ് എന്താണ്, ഒരു സമാധാനമുണ്ട്. ബിക്കോസ് ബീങ് എ ഡോക്ടർ വാസ് വൺ ഓഫ് മൈ ഡ്രീം. നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ വെൻ ഐ വാസ് ഇൻ 12th ഞാനൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ടു ഗെറ്റ് എ സ്റ്റെപ്പ് ഓവർ മൈ നെക്ക്. ആൻഡ് ഫൈനലി ഐ എം ഡൂയിങ് ഇറ്റ്. ബട്ട് ഒഫീഷ്യലായിട്ട് ഇൻ 1 year ഐ ബി ഏബിൾ ടു പുട്ട് ദ നെയിം ഡോക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു നോർമൽ ഡേ, മൈ ഡേ സ്റ്റാർട്ട്സ് അറ്റ് 8 AM മോർണിംഗ്. രാവിലെ 8 മണിക്ക് ക്ലാസ് ഉണ്ട്. സാധാരണ വാർഡാണ്. നമ്മൾ പേഷ്യൻസിനോട് അവർ അസുഖങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കും. നമുക്ക് അറിയുന്ന കുറച്ച് അസുഖങ്ങളാണോ നോക്കും. അതിനിടയിൽ സാറന്മാർ കുറേ ചീത്ത പറയും, അങ്ങനെ തെറ്റായുള്ള കാര്യങ്ങളൊക്കെ പറയും. ഉച്ച കഴിഞ്ഞാൽ നമുക്ക് തിയറി ക്ലാസ്സസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 3-4 മണിയുടെ തിയറി ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു MBBS ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം എന്താ, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറയും. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ഗ്രേറ്റ്. നല്ല ലൈഫാണ്, വലിയ ടെൻഷനൊന്നുമില്ല. ഇവിടെ ഇപ്പം മഴയൊക്കെ, കോഴിക്കോടുള്ളവർക്ക് അറിയാം നല്ല മഴയാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാവിലെ ചെറിയ മടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് അങ്ങനെയാണ് ഒരു ലൈഫ് ഇപ്പോൾ പോകുന്നത്. ഒരു പേസ് ലൈഫ്, വലിയ ഒരു ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയാനില്ല. ബട്ട് ഇറ്റ്സ് ഗോയിങ് റിയലി നൈസ്. പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ടോപ്പിൽ വരുന്നു, ഇവിടുത്തെ ആൾക്കാരെ ഫാക്കൽറ്റീസൊക്കെ കണ്ട് ഇവരോടൊക്കെ സംസാരിച്ച് ഗോയിങ് ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്. കാരണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ വെറുതെ ചെയ്ത് നോക്കുന്നത്, എൻ്റെ ആൻസർ ഉള്ളൂ, സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം അധികം വിട്ടു, പക്ഷെ അത്ര ആവശ്യം വന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എല്ലാവരും വിടും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇന്ന് ആദ്യമായിട്ടൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ, കൂടെ ഉണ്ടല്ലോ, ചെയ്യാലോ? ഗ്രേറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ? എ റോഡ് ഓഫ് ലെങ്ത് 1.05 മീറ്റർ. ഇതിൻ്റെ ലെങ്ത്ത് 1.05 മീറ്റർ ആണ്. ഹാവിങ് നെഗ്ലിജിബിൾ മാസ്. അപ്പോൾ ഇതിൻ്റെ മാസിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. ഈ സപ്പോർട്ടഡ് ബൈ 2 വയേഴ്സ്. ഒരു സ്റ്റീൽ വയർ ഉണ്ട്, അത് A ആണ്. ഇത് സ്റ്റീൽ വയറാണ്. അതുപോലെ തന്നെ ഒരു അലൂമിനിയം വയറുണ്ട്. ഓക്കെ ആണല്ലോ, ഒരു അലൂമിനിയം വയറുണ്ട്, അത് B ആണ്.
ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് ഈക്വലുമാണ്. ഓക്കെ ആണല്ലോ. ഇനി വയർ എന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ബിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ 2 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. 1 മില്ലിമീറ്റർ സ്ക്വയറും 2 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നിങ്ങളൊരു മാസ് എം സസ്പെൻഡ് ചെയ്യണം, ഒരു മാസ് തൂക്കിയിടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എന്താണ് എവിടെ നിന്നാണ് ഇത് ചെയ്യേണ്ടത്? എലോങ് ദ റോഡ് ഷുഡ് മാസ് എം ബി സസ്പെൻഡഡ്. ഓക്കെ, അവർ അതായത് ഇപ്പോൾ തൽക്കാലം ഇത് എ, ഇത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം എയില തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി ഞാൻ ആ മാസ് തൂക്കുകയാണെങ്കിലാണ് എക്കും ബിക്കും ഒരേ സ്ട്രെസ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരേ സ്ട്രെസ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന കാര്യം എന്താ അറിയോ, ഞാൻ എയിൽ നിന്ന് ഒരു വൈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരുന്നതെന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇത് 1 വൈ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 1.05 ആയതുകൊണ്ട് ഇത് 1.05 മൈനസ് വൈ ആണോ? ശരിയാണോടാ? ദിസ് ഇസ് 1.05 മൈനസ് വൈ ആണ് ഇത് വരിക. ഓക്കെ, നമുക്കിനൊന്ന് നോക്കാം. നമുക്കറിയാം നമുക്ക് ആദ്യം എനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാടാ? 1 മില്ലിമീറ്റർ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. 1 മില്ലിമീറ്റർ സ്ക്വയർ അഥവാ 10⁻⁻6 മീറ്റർ സ്ക്വയർ. ആൻഡ് വാട്ട് ഇസ് എന്താ പറയുക, ഇവിടെ ബി കൂടെ എടുക്കാം അല്ലേ? ബി എടുക്കുകയാണെങ്കിൽ വരും A2 ഈസ് ഈക്വൽ ടു എത്രയാ? A2ന് എത്ര? 2 അല്ലേടാ. സോ ദിസ് ഇസ് 2 മില്ലിമീറ്റർ സ്ക്വയർ ഓർ ദിസ് ഇസ് 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ ഓർ ദിസ് ഇസ് 2 × 10⁻⁻6 മീറ്റർ സ്ക്വയർ. കൃത്യമാടാ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? സീനില്ലല്ലോ? ഓക്കെ, ഇനി അടുത്തത് y1 അറിയണം. ഇതിൻ്റെ യങ്സ് മോഡുലസ് അറിയണം. സ്റ്റീലിന് തന്നിട്ടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെത്രയാ? 2 × 10⁻11 ന്യൂട്ടൺ മീറ്റർ -2. അതുപോലെ തന്നെ സ്റ്റീൽ കഴിഞ്ഞാൽ അടുത്തത് കോപ്പർ ആണ് അല്ലേ? കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് എത്രയാ? 7 × 10⁻10 ന്യൂട്ടൺ മീറ്റർ -2. ഓക്കെ ആണല്ലോ. അതാണ് സ്റ്റീലിൻ്റെ, അല്ല മാറിപ്പോയി, അലുമിനിയത്തിൻ്റെ, കോപ്പർ അല്ല അലുമിനിയത്തിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഒരു മാസ് തൂക്കിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് വയർ എനെ കുറിച്ചാണ്. കാരണം എ എന്നുള്ള ഡിസ്റ്റൻസ് എക്സ്ക്യൂസ് മീ, നമുക്ക് എ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ശ്രദ്ധിച്ചേടാ, ഇവിടെ സ്ട്രെസ് എത്രയാ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ശരിയാണല്ലോ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ദിസ് ഇസ് എഫ് ബൈ എ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടിലുമുള്ള സ്ട്രെസ് ഈക്വൽ ആണ്. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ? ഇവർ പറഞ്ഞിട്ടുണ്ട് രണ്ടിലും സ്ട്രെസ് ഈക്വൽ ആവണം. അതായത് സ്ട്രെസ് ഈക്വൽ ആണെങ്കിൽ എന്ത് പറ്റി? ഈ റേഷ്യോ സെയിം ആയിരിക്കും. കാരണം സ്ട്രെസ് ഈക്വൽ ടു എഫ് ബൈ എ ആണ്. സോ ദിസ് ഇസ് F1 by A1 is equal to F2 by A2. F1 by A1 is equal to F2 by A2. Okay ആണല്ലോ? ഫൈൻ. സോ മനസ്സിലാക്കേണ്ടത് F1 by A1 is equal to F2 by A2. സോറി, F1 by A1 is equal to F2 by A2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് F1 by F2 is equal to A1 by A2. ശരിയാണല്ലോ? സോ A1 എത്രയാ? A1 is 1 × 10. ഓക്കെ, A1 എന്ന് പറയുന്നത് 10⁻⁻6 ആണ്. A2 എന്ന് പറയുന്നത് 2 × 10⁻⁻6 ആണ്. സോ ദിസ് ഇസ് 1/2. അഥവാ F1 by F2 എന്ന് പറയുന്നത് 1/2 ആണ്. കിട്ടിയോടാ? F1 by F2 എന്ന് പറയുന്നത് 1/2 ആണ്. സെറ്റാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിച്ചേ, ഈ മാസ് ഇവിടെ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കണമെങ്കിൽ ഈ ആക്സിസ് എബൌട്ടുള്ള രണ്ടിൻ്റെയും ടോർക്ക് ബാലൻസ്ഡ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണോ? രണ്ടെണ്ണത്തിനും ടോർക്ക് രണ്ടും സെയിം രീതിയിൽ ടോർക്ക് വരികയാണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? അവർ ഈക്വൽ ആവുള്ളൂ. സോ എബൌട്ട് ദിസ് ആക്സിസ് നമ്മൾ ടോർക്ക് എടുക്കാം. വാട്ട് ഇസ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഹിയർ ടോർക്ക് ഇസ് ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടുക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫോഴ്സ്. സോ F1 × y, അതാണ് F1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇസ് ഈക്വൽ ടു F2 × 1.05 മൈനസ് 5. ഫോഴ്സ് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ എനെ സംബന്ധിച്ച് ഫോഴ്സ് ഉണ്ട്, F1 ഉണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ y ആണ്. ഇതിനെ സംബന്ധിച്ച് ഫോഴ്സ് ഇസ് F2, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് 1.05 മൈനസ് 5. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഗ്രേറ്റ്. സോ ഹിയർ വാട്ട് ഇസ് F1 by F2? 1.05 മൈനസ് y ഡിവൈഡഡ് ബൈ y. പക്ഷെ നമുക്കറിയാം F1 by F2
ബൈ 2 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. F1/F2 എന്ന് പറയുന്നത് y ആണ്. യെസ്, ജോസ്ന പറഞ്ഞു നെറ്റ് 0 ആവും. കറക്റ്റാണ്, നെറ്റ് 0 ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുന്നത്. സോ ദിസ് ഇസ് 1.05 മൈനസ് y ബൈ y. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.05 മൈനസ് y. അല്ലെങ്കിൽ എന്ത് പറയാടാ, y ഇസ് ഈക്വൽ ടു 2.05 മൈനസ് 2y. അഥവാ 3y ഇസ് ഈക്വൽ ടു 2.05. 1 എടുത്താൽ y ഇസ് ഈക്വൽ ടു 0.7 മീറ്റർ. ഓക്കെ ആണല്ലോ, y ഇസ് ഈക്വൽ ടു 0.7 മീറ്റർ. അപ്പോൾ അതാണ് വരുന്നത് കേട്ടോ. then 2 നിർത്താം, 2.05 2 നിർത്താലും y ഇസ് ഈക്വൽ ടു 0.7 മീറ്റർ. അപ്പോൾ y എത്രയാ, 0.7 മീറ്റർ ആണ്. 0.7 മീറ്റർ ഫ്രം വയർ എ. നമ്മൾ വയർ എ എന്നാണ് y ഡിസ്റ്റൻസ് എടുത്തത്. സോ 0.7 മീറ്റർ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ ഫൈൻ, ഗ്രേറ്റ്. അപ്പോൾ കോയി ഫിഷ് കെയിം. ഓക്കെ, കോയി ഫിഷ് ഇസ് സെയിങ് ഹായ്. ആൾക്കാർ പെട്ടെന്ന് പോയല്ലോ. 40 പേരൊക്കെ ഉണ്ടായിരുന്നു, 18 പേരെ. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയോ? നിങ്ങൾക്ക് മക്കളെ വിശക്കുന്നില്ലേടാ, എന്ത് വരും, നിങ്ങൾ പോകുന്നില്ലേ? പോകല്ലേ കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്ച്വലി വേറെ എവിടെ നിന്നും കിട്ടില്ല. അതാണ് മെയിൻ കാര്യം. ഇത്ര പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലാവുന്നുണ്ടോടാ? എനിക്ക് ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇല്ലോ എന്നുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആകെയുള്ള ആൾക്കാർ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഓൾറെഡി ഒരു 1.4 hours ആയിട്ടുണ്ട്. 1.5 മണിക്കൂറായി. പെട്ടെന്ന് തന്നെ തീർക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ തീർക്കാം. നിങ്ങൾ അത്രയും പേടിപ്പിക്കാൻ ഇനി ഉദ്ദേശമില്ല, പെട്ടെന്ന് തന്നെ തീർത്ത് വിടാം കേട്ടോ. ഓക്കെ ഗ്രേറ്റ്. എന്തായാലും തീർന്നാലും തീർന്നില്ലെങ്കിലും 9 മണിക്ക് ക്ലാസ് നിർത്തുക. മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്ത് തരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്റ്റീൽ വയർ, എ മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ. ഓക്കെ, ലെങ്ത്ത് 1 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 10⁻⁻² സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് അപ്പം തന്നെ മീറ്റർ ആക്കിക്കോ. 10⁻⁻6 മീറ്റർ സ്ക്വയർ. 10⁻² ഇൻറ്റു 10⁻⁻4 10⁻⁻6. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു 100 ഗ്രാം ഉള്ളൊരു മാസിന് എന്ത് ചെയ്യാണ്, നമ്മളിതിൽ തൂക്കിയിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്, അതായത് ഇപ്പോൾ 100 ഗ്രാം വരുമ്പോൾ ഈ സാധനം ഇതൊന്ന് വളഞ്ഞു പോകും അല്ലേ. ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനം ഇങ്ങനെ വളഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ എത്ര വളഞ്ഞു എന്നാണ് ചോദ്യം. അപ്പം ഞാൻ പടം ഒന്ന് വൃത്തിക്ക് വരച്ചാലോ. ഓക്കെ, ഇതിന് നമുക്ക് XY എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് വളഞ്ഞിരിക്കുകയാണ് ഇപ്പം അങ്ങനെ. ഓക്കെ, ഇവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വളഞ്ഞിട്ട് എന്ത് പറ്റി, ഇതിനൊരു ലെങ്ത്ത് വന്നു. ഇത് L ആണ്, വളഞ്ഞ് ഇത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ആംഗിളും സെയിം ആണ്. ഇതിനെ ഞാൻ തീറ്റ എന്ന് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് L എന്ന് എടുക്കുകയാണ്. ഇതിന്നൊരു മാസ് M തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു മാസ് M തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസ് M ആണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഈ പോയിന്റ് ഞാൻ Y എന്ന് എടുക്കുകയാണ്. ഓക്കെ, 1 അല്ല, ഇതിനെ ഞാൻ XY സെറ്റ് അങ്ങനെ എടുക്കാം. അപ്പോൾ പറയാൻ എളുപ്പമല്ലേ. ദിസ് ഇസ് X, ദിസ് ഇസ് Y, ദിസ് ഇസ് സെറ്റ്. ഇപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ L എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ ഫൈൻ. ഓക്കെ, ഡോക്ടർ സോനു തോമസ്, NCERT ആരും ഇതുപോലെ എടുത്തില്ല, സോ കൊന്നാലും പോവില്ല. ഓക്കെ, ദാറ്റ് മീൻസ് എ ലോട്ട്. സത്യം പറഞ്ഞാൽ NCERT ഇങ്ങനെ കിട്ടാൻ പാടാണ്. ഞാനിപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് ഐ വിൽ ബി ഏബിൾ ടു സെറ്റോ. അല്ലെങ്കിൽ എനിക്കൊക്കെ സാർ എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ചോദിച്ചാൽ തന്നെ കാര്യം ഒപ്പിക്കാൻ വേണ്ടി പറയാമെന്ന് പറയില്ല, അതുപോലെ എനിക്ക് തോന്നുന്ന എനിക്ക് പറ്റുന്ന മാക്സിമം ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിക്ക് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ വെറുതെ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പോകുന്നില്ല. എനിക്ക് കിട്ടുന്ന മാക്സിമം എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സസ് ലെങ്തി ആവാനുള്ള ഒരു റീസൺ അതാണ് കേട്ടോ. അപ്പോൾ ഓൺ എ ലോങ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മടുക്കുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. ബട്ട് കണ്ട് തീർക്കുക കേട്ടോ. ലൈവ് കഴിഞ്ഞിട്ടാണെങ്കിലും കണ്ട് തീർക്കുക. ബിക്കോസ് ദിസ് തിങ് ഇസ് ഡാം ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, പോട്ടെ. നമുക്ക് ഡാറ്റ എടുക്കാം. ലെങ്ത് എത്രയാണ്? 1 മീറ്റർ. സെയിം ആണോ? ലെങ്ത് എത്രയാടാ? 1 മീറ്റർ ആണ്. സോ വാട്ട് ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ? ഏരിയ ക്രോസ് സെക്ഷൻ എത്രയാണ് തന്നിട്ടുണ്ടോ? ഏരിയ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 0.5 ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, അത് തന്നിട്ടുണ്ട്. ഇനി മാസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ്? ഈ മാസ് എത്രയാണ്? 100 ഗ്രാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.1 കിലോഗ്രാം. ഓക്കെ ആണല്ലോ, കിട്ടി. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ലെങ്ത് എത്രയാണ്? ഇതിൻ്റെ ശരിക്കുള്ള ലെങ്ത് ഇതാണ്. അത് എത്രയാണ്? XZ ആണ്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കുകയാണ്, ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് XZ ആണ്. മനസ്സിലായോ? ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് XZ ആണ്. ഡിപ്രഷൻ എത്രയാണ് നമ്മൾ എടുത്തത്? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നീറ്റൊക്കെ സോൾവ് ചെയ്ത് നമ്മളിങ്ങനെ തരില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് L ആണ്. ഇനി ഒന്ന് ആലോചിച്ചേ, ഇപ്പം ഞാൻ മാസ് അറ്റാച്ച് ചെയ്തു, അപ്പോൾ ഇത് താഴേക്ക് പോയി അല്ലേ. ഇപ്പം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് അല്ലേ.
ഓക്കെ കിട്ടിയോടാ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ് ഒ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ ലെങ്ത് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ലെങ്ത് എത്രയാണ്? എക്സ് ഒ പ്ലസ് ഒ സെറ്റ്. ശരിയാണല്ലോ. ഇപ്പോൾ താഴത്തേക്ക് വന്നു. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഇത് പ്ലസ് ഇതാണ് എക്സ് ഒ പ്ലസ് ഒ സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് എത്ര ലെങ്ത് ചേഞ്ച് ഉണ്ടായി. വാട്ട് ഈസ് ദ ഡെൽറ്റ എൽ? ഡെൽറ്റ എന്ന് പറയുന്നത് ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത്. ഫൈനൽ ലെങ്ത് ഇസ് എക്സ് ഒ പ്ലസ് എക്സ് സെറ്റ് മൈനസ് ഇനീഷ്യൽ ലെങ്ത് എത്രയാടാ? ഇനീഷ്യൽ ലെങ്ത് എത്രയാ? എൽ ആണ് അല്ലേ. മൈനസ് എൽ പറയേണ്ട, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇനീഷ്യൽ ലെങ്ത്തിന് എക്സ് സെറ്റ് എന്ന് എടുക്കാം. മൈനസ് എക്സ് സെറ്റ് കിട്ടിയോടാ. എക്സ് സെറ്റ് ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് ഈ എക്സോ കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? എക്സോ ഈസ് ഈക്വൽ ടു എക്സ് സെറ്റ് ഈസ് ഈക്വൽ ടു എക്സോ എന്ന് പറയുന്നത് എന്താ? ഇതാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ശരിയാണല്ലോ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ വാട്ട് ഈസ് ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു? ഹൈപ്പോട്ടനസ് ഈസ് ഇത് പ്ലസ്, അതായത് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ്. ശരിയാണല്ലോ. ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്, ഈ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 0.5 മീറ്റർ ആണ്. കത്തിയോ? സോ ദിസ് ഇസ് 0.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇത് അടുത്ത എന്താ? ഡിപ്രഷൻ ആണ്. ഈ ഡിപ്രഷൻ നമ്മൾ എടുത്ത ലെങ്ത് എത്രയാണ്? എൽ ആണ് ഡിപ്രഷൻ. സോ ദിസ് ഇസ് എൽ സ്ക്വയർ. ഇതിൻ്റെ ക്യൂ സ്ക്വയർ റൂട്ട്, കാരണം എന്താണ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ നമുക്ക് എ മതിയെങ്കിൽ ദിസിൻ്റെ ഹോൾ റൂട്ടാണ് വരിക കേട്ടോ. സോ 0.5 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിൻ്റെ റൂട്ടാണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി ഡെൽറ്റ എൽ കണ്ടുപിടിക്കാം. സോ ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് എക്സോ ആണ്. അപ്പോൾ എക്സോ പ്ലസ് എക്സ് എൽ എന്ന് പറയുന്നത് 2xo എന്ന് എടുക്കാം. രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ ഇതാണ് എക്സോൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഇതാണ് എക്സെഡിൻ്റെ ലെങ്ത്. നമുക്ക് 2 ടൈംസ് വേണം. സോ ദിസ് ഇസ് 2 ടൈംസ് 0.5 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ മൈനസ് എക്സ് സെഡ് എന്ന് പറയുന്നത് 1.0 ആണ്. കിട്ടിയോടാ മനസ്സിലായോടാ? ഓക്കെ. ദിസ് റൈസ് ടു 1/2. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ദിസ് ഇസ് 2 ഇൻറ്റു ഇതെന്താ 0.5 സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണ്. 0.5 സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദിസ് ഇസ് 1/L/0.5 സ്ക്വയർ. കാരണം ഇതെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 0.5 സ്ക്വയർ അല്ലേ. ഇതെന്ത് ചെയ്യും? ഒരു 0.5 ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു 0.5 ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇതെടുത്തു ഹോൾ റൈസ് ടു 1/2 മൈനസ് 1. സോ 2 ഇൻറ്റു വാട്ട് ഈസ് ദിസ്? സോ വാട്ട് ഈസ് ദിസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0.5 ഹോൾ സ്ക്വയർ റൈസ് ടു 1/2 അല്ലേ. സോ ദിസ് ഇസ് 0.5 ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ ഒരു ഹോൾ ടേം. അപ്പോൾ 0.5 ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ 0.5 1 പ്ലസ് എൽ ബൈ 0.5 ദി ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ ആണല്ലോ. ദിസ് ഹോൾ റൈസ് ടു 1/2. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ വാട്ട് ഇസ് 2 ഇൻറ്റു 0.5 1 ഇൻറ്റു ദിസ് ഇസ് ഓഫ് ദ ഫോം 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 1/n. ഇങ്ങനെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു? ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇത് നിങ്ങൾ മീൻ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇത് മീൻ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു ഇങ്ങനെ പറയാം 1 പ്ലസ് എക്സ് റൈസ് ടു വൈ ഹോൾ റൈസ് ടു സെഡ് അങ്ങനെയാണ് വിചാരിക്കുക. സോ ദിസ് ഇസ് 1 പ്ലസ് സെഡ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ്. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 പ്ലസ് ഇവിടെ എന്താ വരിക? ഇവിടെ 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു അല്ല 1 ഇത് 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു എന്ന് പറയുന്നത് മാറിപ്പോയി. സെഡ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് ആണ്. ആ 1 പോകും കേട്ടോ. സെഡ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക? ദിസ് ഇസ് 2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു ഈ വാല്യൂ എത്രയായി? 2 ഇൻറ്റു 1/2 ഇൻറ്റു എൽ സ്ക്വയർ ബൈ 0.5. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് പറ്റി? ദാറ്റ് ഇസ് ആൻസർ. സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 0.5. ഓക്കെ. സോ ആൻസർ ഇസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ബൈ 0.5 ആണ്. ഓക്കെ ഫൈൻ. സോ ദിസ് ഇസ് എക്സ് സ്ക്വയർ ഇങ്ങനെ വരിക. സെഡ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ ഡെൽറ്റ എൽ കിട്ടി വിച്ച് ഇസ് എൽ സ്ക്വയർ ബൈ 0.5. ഇനി നമുക്ക് സ്ട്രെയിൻ എന്താണെന്ന് അറിയണം. എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത്, എത്ര ലെങ്ത് കൂടി അല്ലെങ്കിൽ ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. 2 ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ. 2 ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് ടി കോസ് തീറ്റ ആൻഡ് ദിസ് ഇസ് ടി സൈൻ തീറ്റ. ദിസ് ഇസ് ടി സൈൻ തീറ്റ. ദിസ് ഇസ് ടി കോസ് തീറ്റ. അപ്പോൾ ഓക്കെ ദിസ് ഇസ് ടി
ദിസ് ഇസ് ടി കോസ് തീറ്റ. അപ്പോൾ 2 ടി കോസ് തീറ്റ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, 2 ടി കോസ് തീറ്റ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഇസ് ഹാപ്പനിങ്? അപ്പോൾ ഇതിൻ്റെ വെയിറ്റിന്, അതായത് ഈ എം ജി താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് എം ജി ആണ്, ശരിയാണല്ലോ. അപ്പോൾ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന എം ജിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന 2t കോസ് തീറ്റയാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് നമ്മുടെ ഡിപ്രസ് ചെയ്ത വയർ. ഇതിന് ടെൻഷൻ ടി, ഇതിന് ടെൻഷൻ ടി, ഇതാണ് നമ്മുടെ തീറ്റ. അപ്പോൾ ഇത് ടി ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ റിസോൾവ് ചെയ്യാം. ദിസ് വിൽ ബി, ഇത് ടി ആയതുകൊണ്ട് ഇത് ടി കോസ് തീറ്റ, ഇത് ടി സൈൻ തീറ്റ. അതേപോലെ ഇതിൻ്റെ ആക്ട് ചെയ്യും, ഇതിൻ്റെയും ടി കോസ് തീറ്റ മുകളിലേക്ക് ആക്ട് ചെയ്യും, ഇത് ടി സൈൻ തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ടി സൈൻ തീറ്റ വെട്ടിപ്പോവും, താഴത്തേക്ക് എം ജി ഉണ്ട്. സോ 2t സൈൻ കോസ് തീറ്റ ഈക്വൽ ടു എം ജി. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയേ? എം ജി എന്ന് പറയുന്നത് 2t കോസ് തീറ്റയാണ്. കിട്ടിയല്ലോ, 2t കോസ് തീറ്റയാണ്. ഇനി നമ്മുടെ പ്രശ്നം എന്താ അറിയോടെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡാണ്. ഈ സൈഡ് ഏതാ? ഈ സൈഡ് ഈസ് എൽ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചാണ്. ഇതാണ് ഹൈപ്പോട്ടനസ്. അതൊന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ 0.5 ഇൻറ്റു 1 പ്ലസ് 0.5 സ്ക്വയർ. ഓക്കെ, ഇത് വൃത്തിക്ക് എഴുതി തരാം. ദിസ് വിൽ ബി 0.5 ദി ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ശരിയാണല്ലോ. 0.5 സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്, പ്ലസ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്, ഹോൾ റേസ് ടു 1/2. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ 0.5 പുറത്തേക്ക് എടുക്കും. അപ്പോൾ ദിസ് വിൽ ബിക്കം 0.5 ഇൻറ്റു 1 പ്ലസ് എൽ ബൈ 0.5 ദി ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഓക്കെ ആണല്ലോ. എഗെയിൻ നമ്മളത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഇനി നമ്മൾ എന്ത് ചെയ്യും? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എന്ന് പറയുന്നത് 1 പ്ലസ് എൻ എക്സ് ആണ്. സോ ദിസ് ഇസ് എൽ ബൈ 0.5 ഇൻറ്റു 1 പ്ലസ് എൽ സ്ക്വയർ ബൈ 0.5 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ 1/2 അല്ലേടാ, അപ്പോൾ ഇത് 1/2 ഇൻറ്റു ആവും. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, എല്ല് വളരെ ചെറുതാണെങ്കിൽ ഈ ഒരു വാല്യൂ അങ്ങ് കളയുക. ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഒഴിവാക്കി വിടാം. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ വിൽ ബി കോസ് തീറ്റ വിൽ ബി എൽ ബൈ 0.5. കാരണം ഈ വാല്യൂ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. കാരണം ഇത് 1 പ്ലസ് ഒരു ഹാഫ് ഇൻറ്റു എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു 1ൻ്റെ കൂടെ എന്തോ ഒരു വാല്യൂ, സോ ദാറ്റ് വിൽ ബി ലൈക്ക് വിത്തിൻ 1. ഓക്കെ ആണല്ലോ. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ 0.5. നമ്മൾ ഇവിടുന്നാണ് പോയത്. നമുക്ക് അപ്പോൾ എന്ത് കാണണം? ടെൻഷൻ ഇസ് ഈക്വൽ ടു എം ജി ബൈ 2 കോസ് തീറ്റ. Okay, so what is mg is equal to, so mg into so what is happening ഇവിടെ എന്താ പറ്റുന്നത്? so this is mg by 2 into cos theta എന്ന് പറയുന്നത് l by 0.5. അതല്ല കിട്ടിയ l by 0.5. so this is equal to mg into 0.5 by 2 into l. കിട്ടിയോ? 2 into L. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു എം ജി ബൈ 0.5നെ എഗെയിൻ എനിക്ക് 1/2 എന്ന് എഴുതാം അല്ലേ. സോ ഇതിന് 1/2 ഇൻറ്റു 2 ഇൻറ്റു എൽ, ഓർ ദിസ് ഇസ് എം ജി ബൈ 4L. ഓക്കെ, ദിസ് ഇസ് എം ജി ബൈ 4L. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെൻഷൻ അല്ല, ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? നമുക്ക് കിട്ടിയത് ഫോഴ്സ് ആണ് കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ ടഫാണ്, അത് വെച്ച് നിങ്ങൾ ലീവ് ചെയ്ത് പോകല വേണ്ട. യു ഹാവ് ടു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നീറ്റ് ലെവലിൽ ആവശ്യമില്ല, ഐ എഗ്രി. പക്ഷെ അഥവാ കാരണം NCERT ബാക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല, അതാ പ്രശ്നം. പോട്ടെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രെസ് കാണാം. സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എത്രയാ? എം ജി ബൈ 4L ഇൻറ്റു ഏരിയ എത്രടാ? എ ആണ്. ശരിയാണല്ലോ, ഏരിയ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഫൈൻ. സോ ഹിയർ y is equal to stress by strain or y is equal to എത്ര വരും? y is equal to mg into 0.5 divided by 4L into a into L square. വേറെ ഒന്നുമല്ല, നമ്മൾ FL by a ഡെൽറ്റ L ഉണ്ടല്ലോ, അതങ്ങ് അപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് കാണേണ്ടത് എന്താണ്? ഇത് നമുക്ക് കാണേണ്ടത് ക്വസ്റ്റൻ എന്തായിരുന്നു? അതൊന്ന് പോയല്ലോ. വാട്ട് ഈസ് എൽ? നമുക്കിവിടെ കാണേണ്ടത് എൽ ആണ്. ഓക്കെ, എൽ ആണ്. സോ ഹിയർ എൽ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഹാപ്പനിങ്? y is equal to mg into 0.5 by 4L into a square. അപ്പോൾ this is mg by the 4 into 8 into a into L into L cube ആണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് L is equal to mg by 8ay ൻ്റെ ക്യൂബ് റൂട്ടാണ് കേട്ടോ.
എം തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൂടെ ഉള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഐ വിൽ സേ ദി ആൻസർ 2 ഇൻറ്റു ആൻസർ എത്ര വരുന്നത് ഞാൻ പറയാം. ഇവിടെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 2 ഇൻറ്റു 10⁻11 പാസ്കലാണ് കേട്ടോ. 2 ഇൻറ്റു 10⁻11 ആണ്. ഞാൻ ഏരിയ കണ്ടുപിടിച്ച് തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ ഇവിടെ ഉണ്ട്. ഇതാ 0.5 ഇൻറ്റു 10⁻⁻4 കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാം, കുഴപ്പമില്ല, അങ്ങോട്ട് ചെയ്ത് തരാം. ഹിയർ L is equal to root of 0.1 into 9.8 into 0.5 whole divides 4 into 2 into 10⁻11 into 0.5 into 10⁻6. ഇതിൻ്റെ വാല്യൂ 0.0106 ആണ്. ഇതൊന്നും ഒരിക്കലും ചോദിക്കില്ല, പക്ഷേ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. ഓക്കെ, ദൈവമേ, ഇതാണൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ദിസ് വാസ് ലൈക്ക് ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ മക്കളെ, അത് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? എനിക്കറിയാം ദിസ് വാസ് എ ഹെക്ടിക് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് മോർ ലൈക്ക് എ JE സ്റ്റാൻഡേർഡ്. JE അല്ല, ഇറ്റ്സ് മോർ ലൈക്ക് എ JE അഡ്വാൻസ്ഡ്, ഒരു അഡ്വാൻസ്ഡ് ലെവൽ പ്രോബ്ലം ആയത്. മനസ്സിലായോ? 13 ആളേ ഉള്ളൂ, എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് തീരുണ്ടോ? ക്ലാസ് തീരുവേ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ചെയ്ത് ഈസിയസ്റ്റ് ഒരു ലാസ്റ്റത്തെ ഒരു ഈസി ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. മറ്റേത് അവിടെ കിടന്നോട്ടെ, അത് നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ദിസ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സാറ് പോകുന്നതാണ്. ഇതും കൂടെ ഒന്ന് പിടിച്ച് നിൽക്കാം കേട്ടോ. എന്താ പറയുന്നത്? മറീന ട്രെഞ്ച് അറിയാലോ, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് മറീന ട്രെഞ്ച്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി Pacific Ocean. The Marina Trench is located in the Pacific Ocean, and at one place it is nearly 11 kilometer beneath the surface of water. അതായത് മറീന ട്രെഞ്ച് എന്ന് പറയുന്നത് ഭൂമി സർഫസിൽ നിന്ന് 11 കിലോമീറ്റർ താഴെയാണ്. The water pressure at the bottom of the trench is 1.1 into 10⁸8 Pascal. Okay ആണല്ലോ. A steel ball of initial volume 0.32 meter cube is dropped into the ocean and falls to the bottom of the trench. What is the change in the volume of the ball? തളർന്നു. ഓഫ് കോഴ്സ്, എൻ്റെ മോൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലേടാ, തളരാണ്ടിരിക്കും. യെസ്, മനസ്സിലായി. ഓക്കെ, ദാറ്റ് വാസ് ലൈക്ക് വൺ ഹെൽ ഓഫ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനത് തുടങ്ങിയപ്പോൾ ഇത്രയും നീണ്ടുവെന്ന് വിചാരിച്ചില്ല, ബട്ട് ഇറ്റ് വാസ് ടു കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു ഫൈനൽ കാൽക്കുലേഷൻ മാത്രം നോട്ട് ചെയ്തത്. ബാക്കി അവർ ചെയ്ത ആൻസർ കിട്ടുമ്പോൾ ഓക്കെ ഫൈൻ. അത് ഞാൻ 2 ദിവസം മുന്നേ ഐ ജസ്റ്റ് ഡിഡ് ദിസ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് എനിക്കൊരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഗ്രേറ്റ്, കുഴപ്പമില്ല, നല്ല ക്വസ്റ്റ്യൻ അല്ലേടാ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടില്ലേ? ഓ മൈ ഗോഡ്, ഞാൻ ഫോഴ്സ് അതുപോലെ തന്നെ എന്താ പറയുക, ലോസ് ഓഫ് മോഷൻ എല്ലാം കൂടെ ഉപയോഗിച്ച് ഒരു കിഡെല്ലാം ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അത്രേ ഉള്ളൂ, കുഴപ്പമില്ല, പോട്ടെ. മറീന ട്രെഞ്ചിൽ താഴത്തേക്ക് ഇടുകയാണ്. അപ്പോൾ പ്രഷർ കൂടുന്നത് കാരണം എന്ത് പറ്റും? ഇതിൻ്റെ വോളിയത്തിൽ എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള കുറവുണ്ടാവും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ബോട്ടം? 1.1 into 10⁸8 Pascal. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ദ ഇനീഷ്യൽ വോളിയം V? 0.32 മീറ്റർ ക്യൂബ് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ദ ബൾക്ക് മോഡുലസ് ഇസ് 1.6 into 10⁻11 ന്യൂട്ടൺ മീറ്റർ (⁻²). ഓക്കെ ആണല്ലോ, ഫൈൻ. നമുക്കറിയാം ബൾക്ക് മോഡുലസ് B is equal to P by delta V by V. ബൾക്ക് മോഡുലസ് B is equal to P by delta V by V. അഥവാ ഡെൽറ്റ V എന്ന് പറയുന്നത് P by BV അല്ലേ? ശരിയാണോ? തെറ്റിയല്ലോ. ഇതെന്താ വരിക? B is equal to P by delta V by V ആയിക്കോട്ടെ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? B is equal to PV by delta V. മനസ്സിലായി. അപ്പോൾ ഡെൽറ്റ V is equal to PV by B. ഓക്കെ ആണല്ലോ. ഡെൽറ്റ V is equal to PV by B. അപ്പോൾ എന്താ വരിക? വാട്ട് ഈസ് P? 1.6 into 10⁻11. വാട്ട് ഈസ് V? 0.32. What is B? 1.6 into 10⁻11. Okay ആണല്ലോ. So this is 2.2 into 10⁻⁻4 meter cube. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം? നമ്മൾ ചേഞ്ച് ഇൻ വോളിയം ആയി ചോദിച്ചു. അപ്പോൾ ഫൈനൽ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 2.2 into 10⁻⁻4 പ്ലസ് 0.32 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എത്ര വോളിയം ആണ് ഫൈനൽ വോളിയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, വിത്ത് ദാറ്റ് വി ആർ കമ്മിങ് ആൻ എൻഡ് ടു കലാഷ്നിക്കോവ്. ആക്ച്വലി ദിസ് വാസ് എ കലാഷ്നിക്കോവ്. അത്രയും ഒരു ക്വസ്റ്റ്യൻ ഐ ജസ്റ്റ് ലെഫ്റ്റ് ബിക്കോസ് അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഇതേപോലെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിവെറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ലൈക്ക് കോംപ്ലിക്കേറ്റഡ്. ആർക്കെങ്കിലും വേണം യു ക്യാൻ ആസ്ക് മീ, ഐ ഡെഫിനറ്റ്ലി സെൻഡ് യു ദ സൊല്യൂഷൻ. ഓൾറെഡി ഇറ്റ്സ് 9 അല്ലേ? ഓൾറെഡി ഇറ്റ്സ് 9. സോ ഇനിയും നിങ്ങളെ ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഈ ക്ലാസ്സിന് അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക്? ഞാൻ ഇനിയും കലാഷ്നിക്കോവായിട്ട് വരണോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദ തിങ്സ്? നിങ്ങളുള്ളവരെന്ന് ജെന്യൂൻ ഒപ്പീനിയൻ പറയും. കാരണം അത് കഴിഞ്ഞ് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി കമൻറ്റ്. ഐ ഹാവ് ടു നോ, ഡിഡ് യു എൻജോയ് ഇറ്റ്? നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൂടെ നിങ്ങളുടെ റിവ്യൂ കമൻറ്റിൽ വന്നു കഴിഞ്ഞാൽ
ഐ വിൽ ബി എൻഡിങ് ദ ലൈവ് സെഷൻ. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയുവാടാ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ സെഷൻ. അതുപോലെ തന്നെ സോളിഡ്സ് ഒന്നും തിയറി ഒരു വാക്ക് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും നിങ്ങൾക്ക് തിയറി മനസ്സിലായോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഓക്കെ, പി 1 പോയിൻറ്റ് ഞാൻ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? ഓ ഷിറ്റ്, ഇത് 1.1 ആടാ. ശരിയാ 1.1 ആണ്. 1.1 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻11. ഓക്കെ ഫൈൻ. സോ ജോസ്ന സാർ ഉറപ്പായിട്ടും വരണം ഡെഫിനറ്റ്ലി. ഓക്കെ നിങ്ങളുടെ ലൈക്ക് ഹൗ ഇസ് യുവർ കമൻറ്റ്? കാരണം എനിക്ക് കലാഷ്നിക്കാവ് ഞാൻ എടുക്കുന്ന ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റ്. ഓക്കെ ആണല്ലോ. സോ റോക്കി ബായ്, വി നീഡ് യു ഡെഫിനറ്റ്ലി. റോക്കി ബായ് ഇല്ലാണ്ട് എന്താ റോക്കി ബായ്? നൈസ്, താങ്ക് യു ഫോർ ദാറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മാറിപ്പോയി. ഡെഫിനറ്റ്ലി താങ്ക്സ്, ദാറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ വി ആർ കമ്മിങ് ആൻ എൻഡ് ടു ദിസ് കലാഷ് നിക്കാവോ സെഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മിക്കവാറും ഐ വിൽ ബി കമ്മിങ് ടുമോറോ ഓൾസോ. നാളെ നമുക്ക് ഏത് ചെയ്യാം? ഐ തിങ്ക് 2 dimension തോന്നുന്നു. 2 dimension ഇസ് എ ഗ്രേറ്റ് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. ഫൈൻ, എഫക്റ്റീവ് ആണ് സാർ ക്ലാസ്സസ്. ഇനിയും വരണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇൻഡക്ഷൻ എല്ലാം മതി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഐ ഡെഫിനറ്റ്ലി ട്രൈ ടു. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മെക്കാനിക്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിങ്ങനെ മെക്കാനിക്സ് ഇപ്പോൾ റൊട്ടേഷൻ എടുത്ത് തീർത്ത് ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ്. പ്രീ മെഡിക്കോ പിന്നല്ലാണ്ട് പൊളിയാണ്. ഓക്കെ, താങ്ക് യു ദിയ സൈഡ്. സോ യെസ് സർ, ദാറ്റ് വാസ് ഗുഡ്. ദാറ്റ് മീൻസ് എ ലോട്ട്. സോ ഐ തിങ്ക് വിൽ ബി എൻഡിങ് ദ സെഷൻ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇൻ ദ കമൻറ്റ് സെഷൻ. ഓക്കെ, യൂട്യൂബ് കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് ഇടാം. ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ ടു ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർ ബാച്ചസിൽ ഇട്ടാൽ മതി. ആകാശ് സാറിന് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം നിങ്ങളുടെ മെൻറ്ററിന് പറയുകയാണെങ്കിൽ ദേ വിൽ ബി ഫോർവേഡിങ് അസ്. ഐ ആം ഫാക്കൾട്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിലെ 4 മെൻറ്ററൂടെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് മീ. ഒരു മെൻറ്ററായിട്ട് തന്നെ വിചാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും സങ്കടം പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും whenever if you are feeling low or something you can definitely message me. You can ask me, no issues. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ തരാം. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ അല്ലേ? ഐ ജസ്റ്റ് thoroughly enjoyed it. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് കാലമായി ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്തിട്ട്. എനിവേ ദാറ്റ് വാസ് നൈസ് മീറ്റിംഗ് എവ്രി വൺ ഓഫ് യു. ഇറ്റ് മീൻസ് എ ലോട്ട്. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഹിയർ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഏതാ സ്റ്റാർട്ടിങ്? അടുത്ത് നമുക്ക് കോമ്പി റൂം ഉണ്ട് അല്ലേ? കോമ്പി റൂം ഉണ്ട് തോന്നുന്നുണ്ട്. സോ അറ്റൻഡ് ദി കോമ്പി റൂം. താങ്ക് യു ഫോർ ജോയിനിങ്. See you in the next session. ഓക്കെ ആണല്ലോ. ഫൈൻ. ഫുൾ സാർ എടുക്കും, അങ്ങനെയൊക്കെ പറ്റുവാടാ. എല്ലാവരും ഇല്ല, നല്ല സാർമാർ വേറെ സാർമാരുണ്ടല്ലോ. സോ ലെറ്റ് എവ്രി വൺ ഗീവ് എ ചാൻസ് അല്ലേ? നമുക്ക് ഇതേപോലെ സെലക്റ്റീവായിട്ട് കുറച്ച് നല്ല ടോപ്പിക്സ് ഒക്കെ എടുത്ത് ഐ വിൽ ബി ഡെഫിനറ്റ്ലി കമ്മിങ് ബാക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. കഴിയുമ്പോഴാണ് എല്ലാവരും വന്നത്. മക്കളെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ലൈവ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി മീൻസ് Neka Roy, thank you so much sir, your effort means a lot. That really makes me happy. Okay, so thank you. Good night. Food കഴിക്കാത്തവരൊക്കെ ഫുഡ് കഴിക്കുക. ആൻഡ് 9:30 കോമ്പി സെഷൻ ഉണ്ട്. ഡു അറ്റൻഡ് കോമ്പി സെഷൻ ഓൾസോ. കോമ്പി സെഷൻ വിൽ ബി നൈസ് ഫോർ യു. അപ്പോൾ എല്ലാവരും ഇതാക്കാം. ഓക്കെ, താങ്ക് യു. ബൈ. ഐ എം ജസ്റ്റ് ക്ലോസിംഗ് ദ ലൈവ്. ഓക്കെ.